പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഓൺലൈൻ മീറ്റിംഗിലേക്ക് എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പുറപ്പാട് പുസ്തകത്തിൻ്റെ 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ദൈവം സീനായ് പർവ്വതത്തിൽ കത്തുന്നതുമായ ആ പർവ്വതത്തിൽ ദൈവം ഇറങ്ങി വരുന്നുണ്ട്. ആ കാഴ്ച കണ്ടിട്ട്, അതായത് മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനദം, വാക്കുകളുടെ ശബ്ദം, ഇതൊക്കെ കേട്ടിട്ട് ജനം ഭയപ്പെട്ടു. അവർ മോശയോട് പറയുന്നുണ്ട്, ഒരു വചനവും ഞങ്ങളോട് പറയരുത് എന്ന് അവർ അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും ആ പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നായിരുന്നു. അതും അവർക്ക് സഹിച്ചു കൂടാഞ്ഞു. ഹല്ലേലൂയ. മോശ തന്നെ പറയുന്നുണ്ട്, ആ കാഴ്ച ഹല്ലേലൂയ ഞാൻ കണ്ടിട്ട് അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നു. ആ കാഴ്ച അത്ര ഭയങ്കരമായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ പൗലോസ് ഹെബ്രായരിലെ 12 വിവരിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മൾ കടന്നു വന്നിരിക്കുന്ന സീനായ് പർവ്വതത്തിലല്ല, നമ്മൾ കടന്നു വന്നിരിക്കുന്നത് സിയോൻ പർവ്വതത്തിലും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിലും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും നമുക്കിന്ന് കടന്നു വരാം. നമ്മൾ ഭയത്തോടെ അല്ല, നമുക്ക് സന്തോഷത്തോടു കൂടെ കടന്നു വരാം. കാരണം ഹല്ലേലൂയ, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശു നമുക്കുണ്ട്. ഹാബേലിൻ്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹര രക്തം നമുക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടതിന് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും ദൈവത്തെ സേവിക്കുക. ഹല്ലേലൂയ. നാം ഇളകാത്തൊരു രാജ്യം പ്രാപിക്കേണ്ടവരാ. അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ ഭക്തിയോടും ഭയത്തോടും കൂടെ ഹല്ലേലൂയ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്ത് വരാം. കാരണം നമ്മുടെ ദൈവം ഹല്ലേലൂയ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ലെറ്റ് us serve God acceptably with godly fear. നമുക്ക് ഒരിക്കൽ കൂടെ ഈ ആരാധനയിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷ ഏവർക്കും അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സന്നിധിയിൽ നന്മയോർക്കുന്നു, ആരാധിക്കാം യേശു കർത്താവിനെ. സർവ്വമാരെന്ന സന്നിധിയിൽ മോഹമാടുന്ന സർവ്വമാരെന്ന സന്നിധിയിൽ ജ്ഞാനത്തോടുന്ന നമ്മെ സർവ്വമാരെന്ന സന്നിധിയിൽ കീർത്തനത്തിനാ ആരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവ്വം മറന്നാൽ സർവനീതിയും ആയിത്തീർന്നനാൾ ഞാൻ പൂർണ്ണനായി. സർവനീതിയും ആയിത്തീർന്നനാൾ ഞാൻ ഭാഗ്യവാൻ. സർവനീതിയും ആയിത്തീർന്നനാൾ ഞാൻ ധന്യനായി. ആരാധിക്കാം യേശു കർത്താവിനെ. We have come into this place and gathered in His name to worship Him. We have come into this house and gathered in His name to worship Him. Come into His house and gathered in His name to worship Christ the Lord. Worship Him, Jesus Christ the Lord. So let's lift up our hands and
and worship Him. Let's forget about ourselves and concentrate on Him and worship Christ the Lord. Worship Him, Jesus the Lord. We worship you, Lord. So let's lift up holy hands and magnify His name and worship Him. Lift up holy hands. Lift up holy hands and magnify His name and worship Him. Let's just Lift up holy hands and magnify His name and worship Christ the Lord. Worship Him. Worship Him. Oh, Jesus Christ the Lord. Let's go. All my righteousness, I stand complete complete in Him and worship. Let's do it, Maranatha. He is All my righteousness, I stand complete in Him and worship Him. He Is all my righteousness, I stand complete in Him and worship Christ the Lord. Worship Him, Jesus Christ our Lord. Worship Him, worship Him, oh worship Him, Jesus Christ our Lord. Worship Him, oh worship Him, oh Jesus Christ our Lord. Oh worship Him, Jesus Christ our Lord. ആമേൻ. ആ കർത്താവ് നമ്മുടെ സങ്കേതമാണ്, നമ്മുടെ ബലമാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതമാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. കർത്താവ് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ആ കർത്താവ് നമ്മുടെ ബലമായിരിക്കും. എന്റെ ശരണം കർത്താവിന്റെ പാറയാണെന്ന് അവിടെ ദാവീദ് പറയുകയാണ്. നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത കർത്താവ് കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത കർത്താവായ യേശു ക്രിസ്തുവായിരിക്കാൻ കഷ്ടങ്ങളിൽ പലരും മാറിപ്പോകുമ്പോൾ ഏറ്റവും അടുത്ത തുണ കർത്താവ്. ഇന്ന് ആരോടും പറയാൻ കഴിയാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ഒരു പക്ഷേ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന, നമുക്ക് ഹൃദയം തുറന്നു സംസാരിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കർത്താവ് മാത്രമേ ഉള്ളൂ. ഇന്ന് ഏതെങ്കിലും വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയം ആമിച്ചലോടൊക്കെ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അറിയുന്ന ഒരു കർത്താവിൻ്റെ അടുക്കിലേക്ക് വിശ്വസിക്കുന്ന ദൈവകരങ്ങളെ പറയണം. അങ്ങ് എനിക്ക് വിശ്വസ്തനായിരിക്കുന്നതിനായി സ്തോത്രം. കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നതിനായി സ്തോത്രം. എന്റെ രോഗാവസ്ഥകൾ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവാകുന്ന പാറമേലിരിക്കുന്നവർ ആമേൻ തകർന്നു പോകത്തില്ല. മാറിപ്പോകും. പർവ്വതങ്ങൾ ചെന്ന് വീഴും. അതിലെ വെള്ളം കൊണ്ട് പർവ്വതങ്ങൾ നാം സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ ഭയപ്പെടത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഭയപ്പെടത്തില്ല. ഇന്ന് ഭയത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, ഞാൻ ഭയപ്പെടത്തില്ല. എൻ്റെ വിഷയത്തെ കണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. എൻ്റെ അവസ്ഥയെ കണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രത്തിന് മുഖത്തേക്കൊന്ന് നോക്കാം. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. ഓ, അവിടെ പറയുന്ന ഒരു നദിയുണ്ട്. അത് ദൈവ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നഗരത്തെ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷമുണ്ട്. എങ്ങും സന്തോഷം കിട്ടിയില്ലെങ്കിലും ഭവനത്തെ സന്തോഷമില്ലായിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ പോകുന്ന ഓഫീസിൽ സന്തോഷമില്ലായിരിക്കാം. ആമേൻ. പക്ഷെ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണെന്ന് തിരിച്ചറിയുന്നവർ ഫലം കർത്താവേ അങ്ങയുടെ സന്തോഷത്തിനായി സ്തോത്രം. എങ്ങും കിട്ടാത്ത സന്തോഷത്തിനായി സ്തോത്രം. എത്ര കാശ് കിട്ടിയാലും സന്തോഷം കിട്ടത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര ആമേൻ സൗഖ്യം കിട്ടിയാലും സന്തോഷം വരത്തില്ല. ഹാലെ എന്ന സന്തോഷം തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ സന്തോഷം നിങ്ങൾ ആർക്കും എടുത്തു മാറ്റാൻ കഴിയത്തില്ല. യേശു പറയുന്നു കാരണമുണ്ട്. ദൈവം അതിന്റെ മധ്യയുണ്ട്. ഇന്ന് ദൈവം നമ്മുടെ മധ്യയുള്ളതിനായിട്ട് അഥവാ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം മധ്യമുണ്ടെങ്കിൽ ഞാൻ കുലുങ്ങത്തില്ല. വിശ്വാസം പറഞ്ഞാൽ ഞാൻ കുലുങ്ങത്തില്ല. കുലുങ്ങുന്ന അനുഭവത്തിലാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ കുലുങ്ങത്തില്ല.
പോകത്തില്ല, ഞാൻ കുലുങ്ങി പോകത്തില്ല. കാരണം ദൈവം അധികാലത്തെ താമസിച്ചല്ല ദൈവം വരുന്നത്. ഓ, ദൈവം ആരും എഴുന്നേൽക്കുന്ന മുമ്പ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഹല്ലേലൂയ. ഓടിച്ചെല്ലാൻ കഴിയുന്ന സംഗീതമുണ്ടെങ്കിൽ ആ കർത്താവ് തന്നെയാണ്. ഹല്ലേലൂയ. ഓ, സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. വെള്ളം ഇരച്ച് കലങ്ങി വരും, പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. ആ വെള്ളം എന്നെ തൊടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം ദൈവം എന്റെ മധ്യയുണ്ട്. ദൈവത്തെ കടന്ന് മാത്രമേ എന്നെ തൊടാൻ പറ്റത്തുള്ളൂ. യേശു പറഞ്ഞ ഞാൻ വാതിലാണ്. സ്തോത്രം. ആ വാതിൽ കടക്കാതെ ശത്രുവിന് എന്റെ ജീവിതത്തിൽ കടന്നു വരാൻ സാധിക്കത്തില്ല. ഞാൻ നല്ല ഇടയനാണ്. യേശു പറഞ്ഞു, എന്റെ കൈകളിൽ നിങ്ങളും ആർക്കും നിങ്ങളെ പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. കാരണം എന്റെ കരത്തിലാണ് നിങ്ങളുടെ ജീവിതം. എന്റെ കർത്താവിന്റെ കരത്തിലാണ് എന്റെ ജീവിതം എന്ന് വിശ്വസിക്കുന്നത് കാരണം ഞാൻ തകർന്നു പോകാതിരിക്കുന്നത് ആ കരം എന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ആ കരം എന്നെ ചേർത്ത് പിടിക്കുന്നതുകൊണ്ടാണ്. ആ കരം എന്നെ ആശ്വസിപ്പിക്കുന്നതുകൊണ്ടാണ്. ആ കരം എന്നോട് ഹല്ലേലൂയ സ്തോത്രം എന്നെ എപ്പോഴും താങ്ങുന്നത് കൊണ്ടാണ് ഞാൻ തകർന്നു പോകാതിരിക്കുന്നത്. ആമേൻ. തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നന്ദി പറ. ഒരിക്കൽ കൂടി നന്ദി പറയാൻ കഥാവി അവിടെ തന്നെ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. അവിടെ തന്നെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. ഒരുമിച്ച് ഒരിക്കൽ കൂടി കഥാവിന് ഒരു പാട്ട് കൊടുക്കാം. എന്റെ ബലമായ കർത്തൻ ശരണമതാകയാൽ പാടിടും ഞാനുലകിൽ. എന്റെ ബലമായ കർത്തൻ ശരണമതാകയാൽ പാടിടും ഞാനുലകിൽ. ഏറ്റമുറപ്പുള്ള മറവിടമാണെനിക്കൻ പ്രിയൻ ചാരിടും ഞാനവനിൽ. ഏറ്റമുറപ്പുള്ള മറവിടമാണെനിക്കൻ പ്രിയൻ ചാരിടും ഞാനവനിൽ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയിൽ സന്തോഷത്തോടെ എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാനുലകിൽ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാനുലകിൽ. എന്റെ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. തല്ലതൻ കുഞ്ഞിനെ മറന്നിടിലും കണ്ടൻ മാറ്റം ഭവിക്കാത്തവൻ. തല്ലതൻ കുഞ്ഞിനെ മറന്നിടിലും കണ്ടൻ മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാനുലകിൽ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാനുലകിൽ. തിരുകാരത്തിൽ വൻസാഗര ജലമെല്ലാം അടക്കുന്ന കരുത്തേഴും യാഹവൻ താൻ. തിരുകാരത്തിൽ വൻസാഗര ജലമെല്ലാം അടക്കുന്ന കരുത്തേഴും യാഹവൻ താൻ. ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ പറയാം. ആ സ്നേഹം അതോർക്കുമ്പോൾ ഹല്ലേലൂയ. ഗീതം പാടിടാൻ എന്റെ ജീവിതയാത്രയിൽ. എന്റെ അല്ലലഖിലവും പാടിടും ഞാനുലകിൽ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ ജീവിതയാത്രയിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാനുലകിൽ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നെ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നെ. ഉള്ളക്കാരത്തിൽ വഹിച്ചവൻ ഊർവിക്കവീശൻ താൻ എന്നോട് ആശ്വാസകൻ. ഉള്ളക്കാരത്തിൽ വരച്ചവൻ ഊർവിക്കവീശൻ താൻ എന്നോട് ആശ്വാസകൻ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയിൽ.
മഹിതലമതു തീജ്വാലക്കിരയായി മാറുകിലും തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരുന്നാളാസന്നമായി. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ല. വരുന്നാളാസന്നമായി. ഹല്ലേലൂയയാകും യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. യേശുവിൻ നിറഞ്ഞവനേ, എന്നെന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നെന്നും സ്തുതി നിനക്ക്. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. യേശുവേ, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപയെന്നും പകർന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപയെന്നിൽ പകർന്നല്ലോ നീ. യേശുനാഥനീയൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥനീയൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ, യേശുനാഥനീയൻ ബലമായതാൽ ഞാനൊട്ടും ഒട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധിക്കുന്നത് ആരാധന അങ്ങേക്ക്, ആരാധന അപ്പാ അങ്ങേക്ക്, സ്വർഗപിതാവിന് ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എന്റെ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയിടുമേ. എന്റെ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയിടുമേ. നാഥാനി ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. 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 ആരാധന അങ്ങേക്ക്, 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 ആരാധന അങ്ങേക്ക്. നിന്റെ ചിറകുകളിൻ നിഴലിൽ ഇന്നും ആനന്ദം പകരുന്നതേ. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീ എന്നും തുണയായവനും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായവനും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായോരും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായവനും സ്തുതിക്കു യോഗ്യനും നീ. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, അങ്ങേക്ക് മാത്രം. ആരാധന അങ്ങേക്ക്, ആരാധന
ശത്രുവിനെ തൊടുവാൻ കഴിയത്തില്ല. ഹാലേലൂയ. എത്ര വലിയ വിഷയമാണെങ്കിലും അതിനകത്ത് മറിഞ്ഞിരിക്കുന്നതിനെ ശത്രുവിൻ്റെ പദ്ധതി തൊടുവാൻ സമ്മതിക്കത്തില്ല. ഹാലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയാം, ഞാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണെങ്കിൽ ആമേൻ വിരിക്കപ്പെട്ട ചിറകുകൾക്ക് മറവിലാണ് ഞാനായിരിക്കുന്നതെങ്കിൽ ഹാലേലൂയ കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. എന്നെ ഈ ദിവസങ്ങളിലും വഴി നടത്താൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ഹാലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അതേ ഊളി ഇടുന്ന മരുഭൂ പ്രദേശങ്ങളിലും അവിടെ കർത്താവരെ കാത്ത് പരിപാലിച്ചു തിരുവചനം പറയുന്നു. ഊളിയിടുന്ന മരുഭൂ പ്രദേശങ്ങളിൽ ആമേൻ അവർ കണ്ണിലെ കൃഷ്ണമണി പോലെ തൻ്റെ ജനത്തെ സൂക്ഷിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം. ഇന്ന് കർത്താവ് നമ്മളെ ആ ചെറുകൾക്കുള്ളിൽ വഹിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ അയക്കുന്നവർ ശക്തിയെ കുറയത്തില്ല, ഇന്ന് ശക്തിയെ പുതുക്കും. സ്തോത്രം. ഇന്ന് ശക്തിയെ ഞാൻ പുതുക്കുമെന്ന് എത്ര വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ക്ഷീണിച്ചായിരിക്കാം മതി, പക്ഷേ എന്നെ ശക്തിയെ ദൈവം പുതുക്കിയിട്ട് മടക്കി അയക്കത്തുള്ളൂ. ഹാലേലൂയ. ആർക്കും തരാൻ കഴിയാത്തൊരു ശക്തി എന്നെ മേൽ പകരാൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്ന. സ്തോത്രം. ഹാലേലൂയ. കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 54 പറഞ്ഞിരിക്കുന്നത്, കർത്താവ് അവിടെ ചിറകടിച്ച് അവർ കർത്താവിൻ്റെ സന്നിധി കർത്താവ് കാത്തിരിക്കുന്നവർ അവർ കഴുകന്മാരെ പോലെ അവർ ശക്തി കുറയത്തില്ല, അവർ ശക്തിയെ പുതുക്കും. സ്തോത്രം. കാരണം നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവത്തെ ആരാധിക്കുന്നത്, അവൻ്റെ സന്നിധിയിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ശത്രു നമ്മുടെ ശക്തിയെ കുറയ്ക്കാൻ നോക്കുമ്പോൾ, നമ്മളെ ബലഹീനരാക്കി തീർക്കാൻ നോക്കുമ്പോൾ, നമ്മുടെ മാനസികമായി തളർത്താൻ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. ദൈവത്തിൻ്റെ സന്നിധി ഇരിക്കുന്നവനെ അവൻ ക്ഷീണിച്ച് പോകത്തില്ലെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തിൻ്റെ സന്നിധിയുള്ളവർ ആ ശക്തി കുറയത്തില്ല, അവർ ശക്തിയെ പുതുക്കും. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാൻ പലപ്പോഴും തളർന്ന അവസ്ഥ കൊണ്ടായിരിക്കാം, ഒരു വിഷയങ്ങളെ ഓർത്ത് തളർന്നായിരിക്കാം ഇരിക്കുന്നത്. പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിലാണോ ഇരിക്കുന്നത്, അവർ ആമേൻ ശക്തിയെ പുതുക്കും. ഹാലേലൂയ. ഇന്ന് ശക്തിയെ പുതുക്കുന്ന ദിവസമാണ്. ഇന്ന് കർത്താവ് നമ്മളെ ശക്തിയെ പുതുക്കി മാത്രമേ മടക്കി അയക്കത്തുള്ളൂ. ഹാലേലൂയ. സ്തോത്രം സ്തോത്രം. എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറിഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നുവെന്ന് യാക്കോബേ നീ പറയുന്നത് എന്തിനാണ്? ഇസ്രായേൽ, നീ എന്താ സംസാരിക്കുന്നത്? ഹാലേലൂയ. ഇന്ന് ചില വിഷയങ്ങളെ ദൈവം അറിയുന്നില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, എൻ്റെ വിഷയത്തെ കർത്താവ് കാണാതെ കടന്നു പോകുന്നത് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പറയണം, ഹാലേലൂയ. ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന രണ്ട് കണ്ണുകളുണ്ട്. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ യഹോവ ശ്രദ്ധ വെച്ച് കേട്ട് സ്തോത്രന്റെ സ്മരണയുടെ പുസ്തകത്തിൽ എഴുതി വെക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് പോലും അറിയുന്നൊരു ദൈവമുണ്ട്. ആമേൻ. ദൈവം പറയാ, നിനക്കറിഞ്ഞുകൂടായോ? നീ കേട്ടിട്ടില്ലേ? യഹോവ നിത്യ ദൈവമാണ്, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവനാണ്. ദൈവം പറയാ, ഞാൻ ക്ഷീണിക്കുന്നില്ല, ഞാൻ തളർന്നു പോകുന്നില്ല. അവൻ്റെ ബുദ്ധി അത്രേ. ഇന്ന് കർത്താവ് ശക്തിയെ പുതുക്കുക മാത്രമല്ല, ഇന്ന് മുന്നോട്ടുള്ള ചില ആലോചനകളെ കൂടെ കർത്താവ് തരും. സ്തോത്രം. ചില വിഷയങ്ങൾക്ക് ഇന്ന് മറുപടിയിലായിരിക്കുന്നുണ്ടെങ്കിൽ ദൈവം പറയും, എൻ്റെ ബുദ്ധി അത്രേ. എത്ര കുഴഞ്ഞു മറിഞ്ഞ വിഷയമാണെങ്കിലും ഇന്ന് അതിൻ്റെ മേൽ ആലോചന തരുവാൻ കഴിയുന്ന ഒരു സർവ്വശക്തൻ്റെ അടുക്കിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. തന്നെ കാത്തിരിക്കുന്നവരുടെ ആമേ സന്നിധിയിലാണ് ദൈവം ആലോചന പകരുന്നത്. തിരുവചനം പറയുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ഹല്ലേലൂയ. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബലം വർദ്ധിപ്പിക്കുന്ന ദൈവത്തെ. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്ന് നമ്മൾ സൂക്ഷിക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവത്തിന് ഒരിക്കൽ കൂടി അതിന് മുഖത്തേക്ക് നോക്കാം. കർത്താവേ, എന്നെ സൂക്ഷിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായിട്ട്, അവിടുത്തെ കരുതലിനായിട്ട് ഞാനിങ്ങനെ സ്തുതിക്കുന്നു. ഒരു പാട്ട് പാടുമ്പോൾ നമുക്ക് വിശ്വാസം, കർത്താവേ, ഈ ദിവസങ്ങളിലും സ്തോത്രം നേരിടുന്ന പ്രതികൂലത്തിൻ്റെ മേൽ ഈ ദിവസങ്ങൾ ക്ഷയമെടുക്കുവാൻ, തുറക്കേണ്ട വഴികൾ തുറന്നു വരുവാൻ തക്കവണ്ണം ഇടയാക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. എൻ്റെ ശക്തിയെ പുതുക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. എൻ്റെ ശക്തി ഈ ദിവസങ്ങൾ കുറഞ്ഞു പോകത്തില്ല, ശക്തി വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക്, കർത്താവിനെ കാത്തിരിക്കുന്നവരുടെ ശക്തിയാണ് പുതുക്കുന്നത്. സ്തോത്രം. കർത്താവിൻ്റെ സന്നിധി ഇരിക്കുന്നവരുടെ ശക്തിയാണ് ദൈവം പുതുക്കുന്നത്. മാനസികമായി അവർ ക്ഷീണിച്ചു പോകത്തില്ല, അവർ തളർന്നു പോകത്തില്ല. വിഷയങ്ങൾ വരും, പക്ഷേ അവർ തളർന്നു പോകത്തില്ല, അവർ ശക്തിപ്പെടും. ഞാൻ ശക്തിപ്പെടും. ഞാൻ ഈ ദിവസങ്ങൾ കഴുകനെ പോലെ ചിറകടിച്ച് കയറും. ഹാലേലൂയ. കാക്കയെ പോലെയല്ല ഞാൻ പറക്കുന്നത്, ഞാൻ കഴുകനെ പോലെയാണ് പറക്കുന്നത്. കാക്ക ഒരു അതിര് വിട്ട് പറക്കത്തില്ല.
പറക്കത്തുള്ളൂ. കാക്ക താഴോട്ട് നോക്കിയാ പറക്കുന്നത്. പശൻ ഭാമൻ കഴുകൻ പറക്കുന്നത് ഉയരത്തിലേക്ക് നോക്കിയാണ്. ഇന്ന് ഞാൻ ഭൂമിയിലുള്ളതല്ല നോക്കുന്നത്, സ്വർഗത്തിലേക്ക് നോക്കി എൻ്റെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി പോകുമ്പോൾ ഹല്ലേലൂയ, ദൈവം നമ്മളെ പറക്കുവാൻ പഠിപ്പിക്കുന്നത്. ആമേൻ. കാക്ക പറക്കുന്ന പോലെയല്ല ദൈവം പഠിപ്പിക്കുന്നത്. കാക്ക പറക്കുന്ന പോലെയല്ല ദൈവം പഠിപ്പിക്കുന്നത്. കഴുകൻ പറക്കുന്ന പോലെയാണ് ദൈവം പഠിപ്പിക്കുന്നത്. ചിറകിൽ വഹിക്കും. പക്ഷെ പെട്ടെന്ന് പോയപ്പോഴും നമ്മൾ ആമേൻ സ്വന്തം വീണു പോകുമെന്ന് ചിന്തിക്കുമ്പോൾ, എൻ്റെ ചിറകുകൾ തളർന്നു പോകുമെന്ന് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, ഹാലി എന്നെ പറക്കാൻ ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ചില വിഷയങ്ങൾ എന്നെ പറക്കാൻ ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ എൻ്റെ ശക്തി പോവുകയാണ്, എൻ്റെ ചിറകുകൾക്ക് ബലം കുറഞ്ഞു പോവുക. ഓ ഹാലി, ചില കല്ലുകൾ തട്ടി ഞാൻ തകർന്നു പോകുമെന്ന് ചിന്തിക്കുമ്പോൾ ആമേൻ കീഴെ പറന്ന് വന്ന് തൻ്റെ ചിറകുകളുടെ മേൽ വഹിച്ച് വീണ്ടും താഴോട്ടല്ല പറക്കുന്നത്, വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തിച്ച് ഹാലിൽ വീണ്ടും എൻ്റെ ശക്തിയെ പുതുക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ഉടവലഭ ശംഭവ ഹല്ലേലൂയ, സ്തോത്രം. അതിമുഖത്തേക്ക് നോക്കാം. കർത്താവേ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. എന്നെ വഹിച്ച നീനാ മുള്ളിൻ കുറുക്കതിൽ വീണതില്ല. ഹൃദയത്തിലെന്നെ വഹിച്ച നീനാ മുള്ളിൻ കുറുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ പാപമൊന്നും യേശുവില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ നാമകത്തേക്ക് നോക്കുന്നവർ യേശുവില്ല. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ.
ശത്രു ഉന്നം വെച്ചതാ, ശത്രു തപ്പി നടന്ന, പക്ഷെ ക്രിസ്തുവിൽ ഞാൻ മറിഞ്ഞത് കൊണ്ട് ആമേൻ ശത്രുവിനെ എന്നെ തൊടാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് വരാൻ അനർത്ഥങ്ങളെ ദൈവം മാറ്റിവിട്ടതിനായിട്ട് എത്ര ദൈവത്തെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ വഴിയാത്രകൾ എന്നെ കാത്തു സൂക്ഷിച്ച ദൈവത്തിൻ്റെ കരുതലിനായി എത്ര ദൈവത്തിനൊന്ന് നന്ദി പറയാൻ തയ്യാറാകും. രോഗം എന്നെ കാർന്നു തിന്നുമെന്ന് ചിന്തിച്ചപ്പോൾ എന്നെ രോഗാവസ്ഥയിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ എത്ര സ്തോത്രം ചെയ്യും. എൻ്റെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിലും ആ രോഗത്തിലെല്ലാം തൊടുവാൻ തയ്യാറാകണം. എൻ്റെ ശരീരത്തെ സൂക്ഷിക്കുന്ന ദൈവത്തിന് എത്ര സ്തോത്രം ചെയ്യാൻ തയ്യാറാകും. ഓ ബൗഢമാന, ഞാൻ കഴുകനെ പോലെ ചിറകടിച്ച് പറക്കും. അബ്രഹാം പറയും 99 എന്നാൽ സ്തോത്രം ശരീരത്തെ നോക്കി പറയും, ഇല്ല സ്തോത്രം ഇനിയും സമയമുണ്ട്, സമയം തീർന്നിട്ടില്ല. ഈ ശരീരത്തിനകത്ത് ചിലതുകൂടെ ഈ ദൈവത്തിന് ചെയ്യാനുണ്ട്. അതെന്റെ ജീവിതത്തിന്റെ മേൽ ബലപ്പെടും. ഓ ഹല്ലേലൂയ. സ്തോത്രം. ശരീരം ആമേൻ ക്ഷീണിക്കുമ്പോഴും ആമേൻ വിശ്വാസത്തിൽ അവൻ ബലപ്പെട്ട ആമേൻ ഒരു അബ്രഹാമിന്റെ ജീവിതത്തിന് പേരാണ് ഈ ഒരു അത്ഭുതം ചെയ്തെങ്കിൽ ഇന്ന് വിശ്വാസപ്രകാരം ശരീരത്തൊക്കെ തൊട്ടിട്ട് പറയണം, എന്റെ ഈ ശരീരം ആമേന്റെ കർത്താവ് ബലപ്പെടുത്തുവാൻ ഹല്ലേലൂയ. ഈ ദിവസം ഇതിനകത്ത് അത്ഭുതം നടക്കുവാൻ തക്കവണ്ണം കഴിയുന്ന സർവശക്തനെ ആരാധിക്കുന്നത്. ഓ നിങ്ങൾ കഴുകന്മാരെ പോലെ ചിറകടിച്ച് താഴത്തില്ല, നിങ്ങൾ ചിറകടിച്ച് ഉയരാം. ഓ ഹല്ലേലൂയ. ആത്മീയമായി ഞാൻ ഉയരാം. ഹല്ലേലൂയ. ശാരീരികമായി ഞാൻ ബലപ്പെടാം. എന്റെ ആത്മീയ കൃപകൾ വർദ്ധിക്കും. ദൈവത്തിന് വേണ്ടി ഞാൻ പ്രയോജനപ്പെടുന്നവനായി ചേരാം. ശത്രുവിന്റെ പദ്ധതികളെ ഞാൻ തകർക്കാം. ഹല്ലേലൂയ. കൊടുങ്കാറ്റിന്റെ മീതെ ഞാൻ പറക്കുന്നവനായി മാറുമെന്ന് വിശ്വസിക്കുന്നവർ കൊടുങ്കാറ്റ് വന്നാലും അതിന്റെ മീതെ പറക്കുവാനുള്ള ഒരു ദൈവശക്തി ആമേൻ കടലിന്റെ മീതെ നടന്നവന് തരാൻ കഴിയുമെന്ന് നിൽക്കുന്നത് എന്റെ ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ്. ആ വിശ്വാസത്തിൽ ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്റെ പ്രത്യാശ തകർത്ത് കളയാൻ നിനക്ക് സാധിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിന്മേൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസ ശരീരത്തെ തൊട്ടിട്ട് പറ. ഹല്ലേലൂയ. എത്ര കാലം കഴിഞ്ഞെന്ന് പറഞ്ഞാലും എത്ര സമയം കഴിഞ്ഞെന്ന് പറഞ്ഞാലും വിശ്വാസത്തെ കാത്തിരിക്കുന്ന അബ്രഹാമിന്റെ ജീവിതത്തിന്മേൽ മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന് തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിയ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്നത്. ഗർഭപാത്രം അടച്ചപ്പോഴും അതിന് ജീവൻ കൊടുത്ത ദൈവത്തെ ആരാധിക്കുന്നത്. അതിനകത്തുന്ന ജീവനെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിക്കുകയും മരിച്ചവരെ ജാമ്യം ജീവിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്ന ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവൻ ശക്തനെ എണ്ണുവാൻ തക്കവണ്ണം ഇടയായതുകൊണ്ട് ഹല്ലേലൂയ. സ്തോത്രം. അവരുടെ ജീവിതത്തിന് മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെങ്കിൽ ഇത് വിശ്വാസം. ഹല്ലേലൂയ. എന്റെ ശരീരത്തിന് മേൽ ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. രോഗാവസ്ഥകളുണ്ടെങ്കിൽ യേശു ഞാൻ ഉയരും. ഞാൻ ഈ ദിവസങ്ങൾ ചിറകടിച്ച് പറക്കുന്നവരായി മാറും. എന്റെ ചിറകുകളുടെ ആമേൻ ഒരുപക്ഷെ പലപ്പോഴും എന്റെ ചിറക് തളർന്നു പോകുന്നു ചിന്തിച്ചാലും എന്റെ വിശ്വാസത്തിന്റെ ചിറക് തളർന്നാലും പരിശുദ്ധാത്മാവിന്റെ ഒരു ബലത്തെ പകർന്ന് ഈ ദിവസങ്ങളിലും ഹാലിൽ കഴിഞ്ഞ നാൾ ഏറെ ശക്തിയോടെ ഞാൻ മുന്നോട്ട് പോകും. സ്തോത്രം. ഒരിക്കൽ ഒരു പാട്ടോടെ പാടി കഥാനായക മഹത്വപ്പെടുത്താം. അഭിഷേകം കർത്തനേകിടുന്നു ശക്തിയോടെ സേവ ചെയ്യുവാൻ. രക്തത്താൽ കഴുകും, രക്തത്താൽ ജയിക്കും, ശക്തിയോടെ സേവ ചെയ്യുവാൻ. രക്തത്താൽ കഴുകും, രക്തത്താൽ ജയിക്കും, ശക്തിയോടെ സേവ ചെയ്യുവാൻ. കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, ബലമേറ്റെടുക്കട്ടെ, ബലമേറ്റെടുക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, ബലമേറ്റെടുക്കട്ടെ, ബലമേറ്റെടുക്കട്ടെ. കണ്ണുനീരിൻ താഴ്വര കടന്നിടുമ്പോൾ, മുൻമഴയാൽ അനുഗ്രഹമായ ചിടുമ്പോൾ, കണ്ണുനീരിൻ താഴ്വര കടന്നിടുമ്പോൾ, മുൻമഴയാൽ അനുഗ്രഹമായ ചിടുമ്പോൾ, ബലം തന്നു നടത്തിയിരുന്നു, തോൽവിയില്ലാതെ അവൻ നടത്തിയിരുന്നു, ബലം തന്നു നടത്തിയിരുന്നു, തോൽവിയില്ലാതെ അവൻ നടത്തിയിരുന്നു, ബലം തന്നു നടത്തിയിരുന്നു, തോൽവിയില്ലാതെ അവൻ നടത്തിയിരുന്നു. അഭിഷേകം കർത്തനേകിടുന്നു ശക്തിയോടെ സേവ ചെയ്യുവാൻ. രക്തത്താൽ കഴുകും, രക്തത്താൽ ജയിക്കും, ശക്തിയോടെ സേവ ചെയ്യുവാൻ. രക്തത്താൽ കഴുകും,
പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ ദേശം നിറയും മറുയാത്രയാൽ നിന്നെ ചോദിച്ചാടുമ്പോൾ ഉറന്നിടുക നീരുറവ ശോഭിക്കുവാൻ ദേശം നിറയും മറുയാത്രയാൽ നിന്നെ ചോദിച്ചാടുമ്പോൾ ഉറന്നിടുക നീരുറവ ശോഭിക്കുവാൻ അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുവാൻ ശക്തി അണിയിക്കുന്നവൻ ശക്തി അണിയിക്കുന്നവൻ ഞാൻ ആ കൃപയാൽ ശക്തികളെ ജയിക്കാൻ ഞാൻ ആ കൃപയാൽ ശക്തികളെ ജയിക്കാം ഞാൻ ആ കൃപയാൽ കർത്താവേ നീ ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ ധീരതയോടെ ജയിക്കുവാൻ അഭിഷേകം ചെയ്തിടണേ ധീരതയോടെ അഭിഷേകം ചെയ്തിടണേ ഓ ധീരതയോടെ അഭിഷേകം ചെയ്തിടണേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു കൃപകളും മരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ ഭജനത്തിൽ വേണ്ടി വളർന്നിടുവാൻ കൃപകളും മരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ ഭജനത്തിൽ വേണ്ടി വളർന്നിടുവാൻ വീണ്ടും ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്തൊരു ദൈവശക്തി നമ്മളെ തന്നെ ഏൽപ്പിക്കാം എന്ന 1 കൊരിന്ത്യർക്ക് ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ കുറിവാക്യമായി വായിക്കാം. ടു കൊരിന്ത്യൻസ് 10:4. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ.
അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും ഇരിക്കുന്നു. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ സഭയോട് മാത്രമല്ല ദൈവ മക്കൾക്കെല്ലാം തന്നെ അനുഗ്രഹമായി തീർക്കപ്പെട്ട ഒരു ദൈവിക വചനമാണ്. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ അത് ജഡത്തിലുള്ള ആയുധങ്ങളല്ല. അതിനപ്പുറത്ത് ഞങ്ങൾ ജഡത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും ജഡപ്രകാരം പോരാടുന്ന ഞങ്ങളുടെ ആ പോരിൻ്റെ ആയുധങ്ങൾ അത് ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണ ശക്തിയുള്ളവയാണ്. അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞേക്കും. ഒന്ന്, പോരിൻ്റെ ആയുധങ്ങളുണ്ട്. അപ്പോൾ ദൈവമക്കൾക്ക് ഒരു പോരാട്ടമുണ്ട്. ജലദോഷം വരുന്നതും തലവേദന വരുന്നതും എല്ലാം പോരാട്ടമല്ല. നമുക്കുള്ള പോരാട്ടം സ്തോത്രം വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ പോരാട്ടത്തെ ജയിക്കുവാൻ ദൈവം നമുക്ക് ആയുധങ്ങൾ തന്നിട്ടുണ്ട്. ആയുധങ്ങൾ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങളാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് വെപ്പൻസ് ഓഫ് അവർ വാർഫെയർ ആർ നോട്ട് കാർണൽ ബട്ട് മൈറ്റി ഇൻ ഗോഡ് പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ്. ശക്തി കേന്ദ്രങ്ങളെ തകർക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള അല്ലെങ്കിൽ അതിനെ തകർക്കുവാൻ തക്കമുള്ള ആയുധങ്ങൾ ദൈവമക്കൾ തന്നിട്ടുണ്ട്. 3 കാര്യം അതിനകത്ത് പ്രധാനമായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ആയുധങ്ങളുണ്ട്. 2, കോട്ടകളുണ്ട്. 3, അതിനെ ഇടിപ്പാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന പുൾ ഡൗൺ, അത് ഇല്ലായ്മയാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു ആയുധങ്ങൾ ശക്തിയും ദൈവസഭയുടെ മേൽ പകർന്നിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ചില ഇല്ലുസ്ട്രേഷൻസ് പറഞ്ഞ് ആണ് പലപ്പോഴും ദൈവസഭയ്ക്ക് ലേഖനം എഴുതുന്നത്. 7 ആയുധങ്ങളെ പറ്റി പറയുമ്പോൾ റോമൻ കാരാഗൃഹത്തിൽ അല്ലെങ്കിൽ തടവറയിൽ കിടക്കുമ്പോൾ അദ്ദേഹം വീട്ടുതടവിലായിരുന്നെന്ന് പറയുന്നു. ആ സമയത്ത് റോമൻ പടയാളികളെ കണ്ടപ്പോൾ അവർ ധരിച്ചിരിക്കുന്ന ആയുധങ്ങളെ നോക്കി അദ്ദേഹം പറയുന്ന 7 ആയുധങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോട്ടയെ നോക്കിയാണ് അദ്ദേഹം പറയുന്നതെന്ന് പറയപ്പെടുന്നു. കൊറിന്ത്യ സഭയിൽ അല്ലെങ്കിൽ കൊറിന്ത്യയിൽ അവിടെ ഒരു വലിയ കോട്ടയുണ്ടായിരുന്നെന്നും ആ കോട്ടയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിട്ടിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ കണ്ട ഒരു ഇല്ലുസ്ട്രേഷനായിട്ട് അല്ലെങ്കിൽ ആയിട്ട് പറയപ്പെട്ട ആണെന്ന് ചിന്തിക്കുന്ന പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഈ കോട്ടയെ തകർക്കുവാൻ നമുക്കെതിരെ നിൽക്കുന്ന കോട്ടകളുണ്ട്. ആ കോട്ടകൾ നമ്മളെ മുന്നോട്ട് വിടാതെ നമ്മുടെ ജീവിതത്തിൻ്റേതായ വാഗ്ദത്തങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുന്നതാണ് ഈ കോട്ട. ഹല്ലേലൂയ. ഈ കോട്ടയ്ക്കുള്ളിലാണ് ശത്രു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കോട്ടയ്ക്കുള്ളിൽ ശത്രു ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ കോട്ട തകരാത്തോളം കാലം നമ്മുടെ ജീവിതത്തിലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ കോട്ടയെ തകർത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ ദൈവമക്കളുടെ ജീവിതത്തിലുള്ള ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടുവാനിടയാകുകയുള്ളൂ. അപ്പോൾ മറഞ്ഞിരുന്ന കോട്ട കെട്ടി ജീവിതത്തോട് ബാധിച്ചുകൊണ്ട് ദൈവജനത്തെ മുന്നോട്ട് വിടാതെ നിൽക്കുന്ന കോട്ടകളെ തകർക്കുവാനുള്ള ആയുധങ്ങളും ശക്തിയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിൻ്റെ ജീവിതത്തിൻ്റെ മേൽ ആമേൻ ആത്മീയ മനുഷ്യനിൽ ദൈവം പകർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളും നമ്മുടെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട ദൈവിക അനുഗ്രഹങ്ങളും നമുക്കുള്ള കർത്താവ് കണ്ടിരിക്കുന്ന
വ്യക്തിപരമായ ആ പേഴ്സണാലിറ്റിയൊക്കെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന താലന്തുകളുമൊക്കെ പുറത്ത് വരണമെങ്കിൽ ഈ കോട്ട തകർന്നെങ്കിൽ മാത്രമേ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുവാൻ ഇടയാകുകയുള്ളൂ. ഹല്ലേലൂയ. അത് തകർന്നെങ്കിലേ ചില ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുകയുള്ളൂ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഉള്ള ഒരു ദൈവജനമാണ് ഇതിനകത്തിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ സ്തോത്രം ആമേൻ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിന്മേൽ ഉണ്ട്. അതിൻ്റെ നിവൃത്തീകരണങ്ങളെ കർത്താവ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകും. അപ്പോൾ ഈ കോട്ട തകരുക മാത്രമല്ല, ഈ കോട്ട അത് പൂർണ്ണമായിട്ടും തകർന്നെങ്കിൽ മാത്രമേ സ്തോത്രം ദൈവത്തിൻ്റെ ആ പ്ലാൻസ് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ഫുൾഫിൽ ചെയ്യുള്ളൂ. അപ്പോൾ ഈ കോട്ടയെ നേരിടാത്ത ഒരു വ്യക്തി പോലും ഈ ലോകത്തിലില്ല. എല്ലാവരുടെയും ജീവിതത്തിന് മുമ്പിൽ ചില കോട്ടകളുണ്ട്. ആ കോട്ട എന്താണെന്നുള്ളതിനെപ്പറ്റി അത് നമുക്ക് പൂർണ്ണമായിട്ടും അറിയത്തില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവമുണ്ട്. എറീഹോ കോട്ട ദൈവജനത്തിന് വിരുദ്ധമായി നിന്നപ്പോൾ, അതിനെ തകർക്കാൻ കഴിയാതിരുന്നപ്പോൾ, എറീഹോ കോട്ടയ്ക്കുള്ളിലാണ് ശത്രു മറഞ്ഞിരുന്നത്. ആ കോട്ട തകർന്നെങ്കിൽ മാത്രമേ ദൈവജനത്തിന് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ കോട്ടയെ, അത് ആകാശം മുട്ടെ ഉയർന്നു നിന്ന കോട്ടയാണ്. അതിനെ തകർക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. അന്ന് പാറ്റൻ ടാങ്കോ അല്ലെങ്കിൽ ബുൾഡോസറോ ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഡൈനാമൈറ്റോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഒരുമാതിരിപ്പെട്ട ആരൊക്കെ വിചാരിച്ചാലും അത് അത്രയ്ക്ക് ആഴത്തിൽ പണിയപ്പെട്ട ഒരു കോട്ടയാണ്. പക്ഷേ അതിനെ തകർത്തെങ്കിൽ മാത്രമേ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെ, അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ പരിപൂർത്തികൾ നടക്കുകയുള്ളൂ. അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് തകർക്കാൻ കഴിയത്തില്ല, പക്ഷേ ഞാൻ അതിനെ തകർക്കാൻ പോവുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് വരെ തകരാത്തത്, ഇന്ന് വരേക്കും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കോട്ടയുടെ ശക്തി കേന്ദ്രം, ആ കോട്ട ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ആ എറീഹോ കോട്ടയെ തകർന്നതിന് ശേഷം ദൈവം പറയുന്നുണ്ട്, ഇനി ഇത് പുനഃസ്ഥാപിക്കപ്പെടത്തില്ല, ഇതിൻ്റെ മേൽ കല്ല് വയ്ക്കുന്നവൻ്റെ കുടുംബം തകർന്നു പോകും. സ്തോത്രം. അപ്പോൾ ദൈവം അത്ര അധികം ആഗ്രഹിച്ചു ജീവിതത്തിൻ്റെ മേൽ നിൽക്കുന്ന കോട്ടകൾ തകരുവാനും ദൈവജനം മുന്നോട്ട് പോകുവാനും ദൈവം വളരെ വ്യക്തമായി ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഇന്ന് പകലിലും സംസാരിക്കുന്ന എൻ്റെ ജീവിതത്തിലും കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും മുന്നിൽ നിൽക്കുന്ന കോട്ടകളുണ്ട്. അതിനെ തകർക്കുവാൻ ആമേൻ കർത്താവ് ദൈവം പറയുകയാണ്, നമുക്ക് തന്നിരിക്കുന്ന ആയുധങ്ങൾ ഉണ്ട്. അത് ജഡികങ്ങളല്ല, അത് കോട്ടകളെ തകർക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ശക്തി കൊണ്ട് ഈ കോട്ടയെ തകർക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തി അതിൻ്റെ മേൽ കടന്നു വരുമ്പോൾ ആ കോട്ട തകർന്ന് തരിപ്പണമായി പോകുവാൻ തക്കവണ്ണം ഇടയാകും. അവിടെ ആ കോട്ടയെ തകർക്കുവാൻ ദൈവത്തിൻ്റെ അവരെ 6 ദിവസത്തോളം 6 ദിവസത്തോളം മിണ്ടാതിരുന്നു. എന്നാൽ 7-ാം ദിവസം അവർ ഉച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ തിരുവചനം പറയുന്നു, ആ കോട്ട തകർന്ന് അവരുടെ മുമ്പിൽ നാമാവശേഷമായി തീർന്നു. അപ്പോൾ നമ്മുടെ പുറമേയുള്ള നിൽക്കുന്ന മണ്ഡലങ്ങളെ ആമേൻ ഇന്ന് കർത്താവിന് വളരെ നിസ്സാരമായി ദൈവത്തിന് ചില കോട്ടകൾ ഇടിച്ചു കളയാൻ കഴിയും. നമ്മുടെ വിഷയം അതല്ലെങ്കിലും നമ്മൾ പറയാൻ പോകുന്ന കോട്ട മറ്റൊരു കോട്ടയാണ്. കോട്ടയമല്ല, സ്തോത്രം, മറ്റൊരു കോട്ടയം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എനിക്കിതിന് കോട്ടയാണെന്നുള്ളത് അല്ലേ? സ്തോത്രം. ശാസ്താൻ കോട്ട എന്ന് പറഞ്ഞാൽ ശാത്താൻ്റെ കോട്ടയാണെന്നുള്ളത് സ്തോത്രം. അപ്പോൾ ഇന്ന് കോട്ടയെന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ കോട്ടയാണെന്ന് വിശ്വസിക്കുന്നു. അല്ലേ? അതിനകത്ത് നമ്മൾ എത്തിച്ചതിനായ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കോട്ടകളെ തകർക്കുവാൻ എന്ത് തരം പുറമേയുള്ള എന്ത് കോട്ടയാണെങ്കിലും ദൈവത്തിന് തകർക്കാൻ കഴിയും. യോസേഫിനെ പിടിച്ച് കാരാഗൃഹത്തിലിട്ടപ്പോൾ ഒരു സ്വപ്നം മതിയായിരുന്നു കോട്ട കയറാൻ. ഹല്ലേലൂയ. പത്രോസിനെ എടുത്ത് കാരാഗൃഹത്തിലിട്ടപ്പം ഒരു ദൂതനെ ഇറക്കി ദൈവം 3 വാതിലും തുറന്ന് പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. പൗലോസിനെ ശീലാസിനെയും കാരാഗൃഹത്തിൽ അടച്ച് ആമേൻ സ്തോത്രം അതിനകത്തിട്ടപ്പം ഒരു പാട്ടും പ്രാർത്ഥനയും ആരാധനയും വന്നപ്പം ആമേൻ അതേ കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ ദൈവം കുലുക്കി അവരെ വാതിലുകൾ തനിയെ തുറന്ന് തൻ്റെ ജനത്തെ ദൈവം പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ ശത്രു ഒരുക്കുന്ന ഒരു കോട്ടയും ദൈവജനത്തിൻ്റെ ജീവിതത്തിന് മേൽ ജയമെടുക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. എന്ന് കാരാഗൃഹങ്ങളെ കോട്ടകളെ തകർക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നുള്ളതിനായിട്ട് ദൈവത്തെ ഞാൻ
നേരിടുന്ന ഏത് കോട്ടയാണെങ്കിലും ഇന്ന് വിശ്വാസം വേണം. സാമ്പത്തിക വെള്ളത്തിലെ കോട്ടയായിരിക്കാം, ഒരുപക്ഷെ ലീഗലായിട്ടുള്ള വിഷയമായിരിക്കാം, എന്തുമാകട്ടെ ഏത് കോട്ടയും തകർക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ഒരു തിരുവായ്മൊഴി മതി. ആമേൻ. ചില നിയമങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് ചലിച്ചാൽ മതി. ഏത് കോട്ടയും തകർന്ന് മാറുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസം വേണം. എൻ്റെ നേരെ നിൽക്കുന്ന ഒരു കോട്ടയും ആമേൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിലനിൽക്കത്തില്ല. ദൈവസന്നിധിയിൽ ആ കോട്ട എത്ര ശക്തമാണെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ ശക്തിക്ക് മുമ്പിൽ ആ കോട്ട നിസ്സാരമാണെന്ന് ഇന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് അതിനെ ജയിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ അതൊരു കോട്ടയായി നമ്മുടെ മുമ്പിൽ നിൽക്കും. ഫറവോന്റെ ശക്തി കേന്ദ്രങ്ങൾ ഒരു വലിയ കോട്ടയായിരുന്നു. ഈജിപ്തിനകത്ത് വ്യാപരിച്ചിരുന്ന ആഭിചാരത്തിൻ്റെ ശക്തിയും അന്യ ആരാധന ശക്തിയെയും ജയിക്കുവാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഒരു വടിയുമായി പോയ മോശയുടെ മുമ്പിൽ ഹല്ലേലൂയ ഒരു ഫറവോന്റെ സൈന്യം മുഴുവൻ കീഴടങ്ങിയെങ്കിൽ ഇന്ന് വിശ്വാസം പറയണം. ചെങ്കടലിന് മുമ്പിൽ നിൽക്കുന്ന മോശ പറയും, എനിക്ക് ഇവരെ തകർക്കുവാൻ വലിയ ശക്തിയൊന്നും വേണ്ട, എനിക്ക് ഒരു വടി മതി. ഹല്ലേലൂയ, ഏത് കോട്ടയും തകർക്കുവാൻ, ഏത് ചെങ്കടലും തുറന്ന് എന്നെ പുറത്തു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ദൈവശക്തി ആമേൻ എൻ്റെ മേൽ പകരപ്പെട്ടാൽ, എനിക്ക് മുമ്പിൽ വെളിപ്പെട്ടാൽ ഇന്ന് നിലനിൽക്കുന്ന ചില കുടുംബത്തിനകത്തുള്ള കോട്ടകൾ ഇടിച്ചു കളയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന പ്രാണം എൻ്റെ ശരീരത്തിൽ ഈ ദിവസങ്ങൾ വെളിപ്പെടേണ്ട ചില ദൈവപ്രവൃത്തികൾ എൻ്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടേണ്ടത്, എൻ്റെ ജീവിതങ്ങളുടെ മേൽ, എൻ്റെ പ്രിയപ്പെട്ടവന്റെ മേൽ വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തികളെ ഈ ദിവസങ്ങൾ ചെയ്തെടുക്കുവാൻ, ചില കോട്ടകളെ ഇടിച്ചു കളയുവാൻ. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അപ്പം ഹെരോദാവ് പത്രോസിന്റെ തല വെട്ടാൻ നോക്കിയ ഹെരോദാവ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ തിരുവചനം പറയുന്ന അദ്ദേഹം അവിടെ വീണു. അദ്ദേഹം കൃമിക്കരയായെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലേലു. അപ്പോൾ എത്ര വലിയ ശക്തി കേന്ദ്രങ്ങളെയും ദൈവത്തിന് അതിനെ മാറ്റാൻ കഴിയും. സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടാണ് കൃമി അരയ്ക്കുന്നത് സ്വതം, പക്ഷേ ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ കൃമി തിന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് മുമ്പിൽ ഏത് ഗോലിയാത്ത് പൊങ്ങിയാലും ഒരു ചെറിയ കല്ല് മതി. ഹല്ലേലൂയ. 40 ദിവസം വെല്ലുവിളിച്ച ഗോലിയാത്തിനെ 5 കല്ലെടുത്തു, പക്ഷേ 5 കല്ലിൽ ഒന്ന് മതിയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് വിശ്വാസമാണ് സ്തോത്രം. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ ഗോലിയാത്തിൻ്റെ ശക്തിയാണെങ്കിലും ഹല്ലേലൂയ സ്തോത്രം 5 കല്ല് വേണ്ട, ഹല്ലേലൂയ ആയുധങ്ങൾ വേണ്ട. ഹല്ലേലൂയ. ശൗലിനോട് ദാവീദ് പറഞ്ഞു, നിന്റെ ആയുധം എനിക്ക് വഹിക്കാൻ കഴിയത്തില്ല. ഞാൻ വരുന്ന ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. എനിക്ക് യുദ്ധത്തിൽ ജയം തരുന്നവൻ സർവശക്തനായ ദൈവമാണ്. എങ്ങനെ ജയമെടുക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ സമയമാകുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് ആവശ്യമായിരിക്കുന്ന ആലോചനയെ പറഞ്ഞു തരാൻ അവിടെയാകും. ഉയർന്നു വന്നിരുന്ന തിരമാലകളെ ഇന്ന് വരെ ആമേൻ കർത്താവിനെ അതിനെ പിടിച്ചു നിർത്തുവാൻ വായിലെ ഒരു വാക്ക് മതിയായിരുന്നു. വെള്ളം മുങ്ങിപ്പോകുമെന്നും അവർ ആ കടലിനകത്ത് ഇല്ലായ്മയാകുമെന്നും ചിന്തിച്ചപ്പോൾ വെള്ളത്തിൻ്റെ മേൽ നിന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ ഹല്ലേലൂയ പ്രപഞ്ച ശക്തികൾ കീഴടങ്ങി മാറിയ യേശു ക്രിസ്തുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ പ്രപഞ്ച ശക്തികൾക്ക് പോലും ദൈവജനത്തിന് നേരെ നിൽക്കാൻ കഴിയത്തില്ലെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വായിലെ ഒരു വാക്ക് മതിയായിരുന്നു ആ പ്രപഞ്ചത്തിന്റെ ആമേൻ ആ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുവാൻ. ആമേൻ. ക്ഷാമം ദേശത്തെങ്ങും പടർന്ന് പന്തലിച്ചപ്പോൾ ഭവനത്തിലെങ്ങും ആമേൻ ഒരു സ്തോത്രം ഭവനത്തിൽ പോലും ഭക്ഷണമില്ലാതിരുന്നപ്പോൾ തുരുത്തിലെ ആമേൻ അല്പം തുരുത്തിലേമാകും കലത്തിലേമാകും തുരുത്തിലെ എണ്ണയും അല്പമേ ഉള്ളെങ്കിലും അല്പം കൊണ്ട് മഞ്ഞ് വീഴുന്നിടം വരെ മഴ വരുന്നിടം വരേക്കും ഒരു കുടുംബത്തെ ആമേൻ പോറ്റുവാൻ കഴിയുന്ന സർവശക്തനെയാണ് ആരാധിക്കുന്നത്. കടഭാരത്താൽ പറഞ്ഞ ഏലീശ പ്രവാചകന്റെ ശിഷ്യനെ ഹല്ലേലൂയ അതിനകത്ത് ഭരണി ആമേൻ ശൂന്യമായിരുന്ന ഭരണിക്കകത്ത് എണ്ണയെ പകർന്ന് അവന്റെ കടത്തെ മാറ്റിയ ദൈവത്തെ ആരാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് വിഷയത്തിനും ഇന്ന് ആമേൻ അതിന്റെ മേൽ സൊല്യൂഷൻ അയക്കുവാൻ ദൈവത്തിന് ശക്തി പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് ആമേൻ ആമേൻ കാര്യങ്ങളെ മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്?
മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ ആമേൻ പോരാട്ടമാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ ശക്തി കേന്ദ്രമാണെന്ന് പറഞ്ഞാലും, ദൈവത്താൽ ആമേൻ ഈ ദിവസങ്ങൾ ഞാൻ മതിലിനെ ചാടിക്കിടക്കും. ആമേൻ. മതിലിന്റെ മേൽ കയറുമെന്നല്ല പറഞ്ഞാൽ ഞാൻ മതിലിനെ ചാടിക്കിടക്കുമെന്ന് പറഞ്ഞു. വിശ്വസിക്കുന്ന ദൈവങ്ങളുണ്ട്. ഹല്ലേലൂയ. എൻ്റെ വിഷയത്തിൻ്റെ മേൽ ഈ ദിവസങ്ങളിൽ ഞാൻ മാറിക്കിടക്കുന്ന ദിവസങ്ങളാക്കി ദൈവം മാറ്റാൻ പോകുന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ശാരീരികമായി അനുഭവിച്ച സകല രോഗത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു അനേക ഭൂതബാധിതരെ കർത്താവ് സൗഖ്യമാക്കി. അവൻ കണ്ണു കാണാൻ കഴിയാത്തവരും ചെകിടന്മാരും അങ്ങനെ ശാരീരികമായി കൂനുള്ളവരെ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ശാരീരിക രോഗങ്ങളെ കർത്താവിന് സൗഖ്യമാക്കുവാൻ ഒരു വാക്ക്, കർത്താവിനൊന്ന് തൊട്ടാൽ മതി, കർത്താവിനെ ഒന്ന് തൊട്ടാൽ മതി. ഇന്ന് ഏത് മാരകമായ രോഗവും സൗഖ്യമാകുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യുക. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന് എത്ര വലിയ മാരക രോഗമാണെങ്കിലും, വൈദ്യശാസ്ത്രം ആമേൻ കൈയൊഴിഞ്ഞതാണെങ്കിലും, എൻ്റെ ദൈവത്തിന് എത്ര വലിയ ശക്തിയാണെങ്കിലും, എത്ര വലിയ രോഗശക്തിയാണെങ്കിലും, എൻ്റെ ദൈവത്തിൻ്റെ വായിൽ നിന്നൊരു വാക്ക് വന്നാൽ അവനെന്ന് തൊട്ടാൽ ഇന്ന് സൗഖ്യമുണ്ട്. ആ യേശുവിനെ തൊട്ടാൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. എത്ര വലിയ പൈശാചിക ശക്തി കേന്ദ്രമാണെങ്കിലും അതിനെ തകർക്കാൻ എൻ്റെ ദൈവത്തിനൊരു വാക്ക് മതി. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഇന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച്, ഇന്ന് മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ പൈശാചിക ശക്തി കേന്ദ്രമാണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ുള്ളത് ജഡരക്തങ്ങളോടല്ല, മോക്ഷങ്ങളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോക സേനയോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോടും മാത്രമേ. കർത്താവായ യേശു ക്രിസ്തു ആമേൻ നാനാവ്യാധികളാൽ വളഞ്ഞവരെ സൗഖ്യമാക്കി. കർത്താവായ യേശു പൈശാചികമായ പരിശുദ്ധാത്മാവാലും ശക്തിയാലും ദൈവം അഭിഷേകം ചെയ്തു. അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് നന്മ ചെയ്തു. പിശാചി ബാധിച്ചവരൊക്കെ സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചമായ വിവരം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇന്നും പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുവാൻ ആമേൻ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു വഴി അതിനുള്ള അധികാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഇന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അതിനുമേൽ ക്ഷയമെടുക്കുവാനുള്ള അധികാരം എൻ്റെ മേൽ പകരണമേ. ഹല്ലേലൂയ. എനിക്ക് ആവശ്യമായ ഒരു കൃപ കർത്താവ് ഈ ദിവസങ്ങളിൽ പകരണമേ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ പിന്നോട്ട് പോകുന്നവരല്ല, നമ്മൾ മുന്നോട്ട് പോകാനുള്ളവരാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവങ്ങളുണ്ട്. കോട്ടയം എന്നെ നിർത്തത്തില്ല, ഞാൻ കോട്ടയെ തകർക്കും, ഞാൻ കോട്ടയം ആമേൻ എന്നെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടെങ്കിൽ എൻ്റെ നേരെ നിൽക്കുന്ന ഏത് കോട്ടയം തകരും, ഞാൻ മുന്നോട്ട് പോകും, എൻ്റെ വാഗ്ദത്തം ഞാൻ പ്രാപിക്കും. ഓ ഖബാല ശിഖമാന ശത്രു പറയും വർഷങ്ങളായി ഹല്ലേലൂയ വിഷയത്തിൻ്റെ മേൽ വിടുതൽ നടന്നിട്ടില്ല. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, വളരെ നേരത്തെ കൊണ്ട് അല്പനേരം കൊണ്ട് ദൈവമേ ജീവിതത്തിൻ്റെ മേൽ പ്രവൃത്തി മണ്ഡലങ്ങളിലേക്ക് ആമേൻ ആവശ്യമായിരിക്കുന്നത് കൊണ്ടുവരുവാൻ സാധിക്കുന്ന സർവശക്തൻ്റെ കരം വന്ന് ചലിച്ചാൽ വിശ്വാസത്തിൽ വ്യാപരിക്കുന്ന ആമേൻ ഒരു ദൈവ ശക്തിയുണ്ട്. ഇന്ന് വിശ്വാസത്തോടെ പറയണം, ഇന്ന് വിശ്വാസം ഇന്ന് വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് വിശ്വാസം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതിനെ കണ്ടുകൊണ്ട് പറ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാറ്റം വരാത്ത ചില അധികാരികളുടെ ഹൃദയത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് പകലിൽ ഇടപെടുവാൻ കഴിയും. ചില നീക്കുപോക്കുകളെ കർത്താവിനെ ചെയ്യുവാൻ കഴിയും. ചില സ്ഥാനമാനങ്ങളുടെ മാറ്റങ്ങളെ കർത്താവ് ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടവണ്ണം ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന പറയാം. ശത്രുവിൻ്റെ പദ്ധതിയല്ല, ദൈവിക പദ്ധതികൾ തന്നെ എൻ്റെ ജീവിതത്തിന് മേൽ എൻ്റെ ദൈവം വെളിപ്പെടുത്താൻ ഭാവിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഇവിടെ പുറമേ ഉള്ള വിഷയങ്ങളെ കർത്താവിന് വളരെ വേഗത്തിൽ മാറ്റുവാൻ കഴിയും. പക്ഷേ മറ്റൊരു ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അതിൻ്റെ അടുത്ത വാക്യത്തിൽ വായിക്കാം നമുക്ക്. നിങ്ങളുടെ അനുസരണം നമ്മുടെ പോരിനായുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയുമിരിക്കുന്നു.
അതെ, അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അവിടെ നമുക്ക് കോട്ടകളെ നമുക്ക് ഇടിച്ചു കളയാൻ, ദൈവം നമുക്ക് മുമ്പിൽ നിൽക്കുന്ന കോട്ടകളെ ഇടിച്ചു കളയാൻ ദൈവത്തിന് കഴിയും. പക്ഷെ ചില കോട്ടകളെ ഇടിക്കേണ്ടത് നമ്മളാണ്. അത് പുറമേ അല്ല, അകമയുള്ള കോട്ടകൾ ചിലത് തകരാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് 10 പറഞ്ഞിരിക്കുന്നത് പോരിനായുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്ധി ശക്തികൾ, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ്. അപ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ള കോട്ടകൾ അത് ഇടിച്ചു കളയുമ്പോഴാണ് നമ്മളിലൂടെ പുറമേയുള്ള കോട്ടകൾ ഇടിയാൻ പോകുന്നത്. അകമയുള്ള ചില കോട്ടകൾ ഇടിച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ പുറമേയുള്ള ചില കോട്ടകൾ ഇടിയുവാൻ തക്കവണ്ണം ഇടയാകത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ സ്വപ്നം കാണുന്നവരല്ല, നമ്മൾ യാഥാർത്ഥ്യങ്ങളെ അനുഭവിക്കുന്നവരാ. ഹല്ലേലൂയ. അപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ശത്രു ഇടുന്ന കോട്ടകൾ പലപ്പോഴും അവരുടെ ജീവിതത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ട ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകത്തില്ല. പലതരം കോട്ടകൾ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. ചിലർക്ക് ഭയത്തിൻ്റെ കോട്ടയാണ്, ചിലർക്ക് സംശയത്തിൻ്റെ കോട്ടയുള്ളവരുണ്ട്, ചിലർ പാരമ്പര്യത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന കോട്ടകളുണ്ട്, ചിലർക്ക് ഡിപ്രഷൻ്റെ കോട്ടയുണ്ട്, ചിലർക്ക് പാപത്തിൻ്റെ മേൽ ക്ഷേമെടുക്കുവാൻ കഴിയാത്ത കോട്ടകളുണ്ട്, ആത്മീയമായ കണ്ണുകൾ അടഞ്ഞു പോയിരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്, മുൻവിധികളിലായിരിക്കുന്നവരുണ്ട്. അപ്പോൾ ചില സ്വഭാവങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയാത്ത കോട്ടകളുണ്ട്. പക്ഷെ ഈ കോട്ട ഇടിഞ്ഞാൽ സ്വതന്ത്രം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവാ. അപ്പോൾ അതിനകത്ത് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആത്മീയമായിട്ട് വിവേചിക്കേണ്ടതായതുകൊണ്ട് ഞാൻ അല്പം ഒന്ന് സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്. ദൈവസന്നിധിയിൽ ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങളെ ഉപയോഗിച്ച് ദൈവമല്ല ഈ കോട്ടയിടിക്കാൻ പോകുന്നത്, ദൈവമക്കളാണ് ഈ കോട്ടയിടിക്കേണ്ടത്. അത് പെട്ടെന്ന് കോട്ടയിടിയത്തില്ല, അല്പസമയം എടുത്താലും കോട്ടയിടിയും. സൂത്രം. ഞാൻ ചില കോട്ടകൾ എൻ്റെ ജീവിതത്തിൽ ഇടിയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നും ചില കോട്ടകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിനകത്തുനിന്ന് നമ്മൾ പുറത്ത് വന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ നമ്മൾ ചിന്തിക്കാത്ത തലങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. അദ്ദേഹം പറയുകയാണ്, ദൈവസന്നിധി ശക്തിയുള്ളവയാണ്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന് പരിജ്ഞാനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. ഈ കോട്ട നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലേക്ക് വരാതിരുന്നപ്പോൾ, ഒരു വ്യക്തി രക്ഷിക്കപ്പെടാതിരുന്നപ്പോൾ നമ്മളെ പിടിച്ചു നിർത്തിയ ചില കോട്ടകളുണ്ടായിരുന്നു. പൈശാചികമായ ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്തിയിരുന്നു. ഫറവോന്യ ശക്തികൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേലുണ്ടായിരുന്നു. എന്നാൽ അതിനെ തകർത്ത് ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്ന് കളയുവാൻ. അപ്പം ബലവാനായിട്ട് നിൽക്കും. നമ്മൾ ബലഹീനരായി നിൽക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ബലവാനേക്കാളും ബലമേറിയ ആത്മീയ ശക്തന്മാരായി മാറുവാൻ ആകുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ചില ബലവാന്റെ കോട്ടകളെ ബലവാനെ പിടിച്ചു കെട്ടി ആമേൻ സ്തോത്രം ഈ ദിവസങ്ങളിൽ ദൈവജനത്തിൻ്റെ കരങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണമാകും. ഹല്ലേലൂയ. അപ്പോൾ ജീവിതത്തിൻ്റെ മേൽ വാദിച്ചു നിൽക്കുന്ന ഒരു സ്ട്രോങ് മാൻ ഉണ്ട്, ഒരു ബലവാനുണ്ട്. ആ ബലവാനെ ദൈവം തകർത്തത് കൊണ്ടാണ് ദൈവസന്നിധിയിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധി ആത്മാവിൽ ആരാധിപ്പാൻ ദൈവം ഇടയാക്കിയത്. അല്ലെങ്കിൽ അവൻ്റെ പൊസഷനാണെന്ന് പറഞ്ഞ് നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ചില പൈശാചിക ശക്തി കേന്ദ്രങ്ങളെ ദൈവം തകർത്ത് കളഞ്ഞിട്ടാണ് ഈ വിശ്വാസത്തിനകത്ത് ദൈവം കൊണ്ട് ഇരുത്തിയത്.
ഈ രക്ഷയ്ക്കകത്ത് ദൈവം കൊണ്ട് ഇരുത്തിയത്. ഹല്ലേലൂയ. പക്ഷേ സ്ട്രോങ് മാൻ പോയി, പക്ഷേ ബലവാനെ തകർത്തു. പക്ഷേ അവൻ കെട്ടിയ ചില കോട്ടകൾ കിടപ്പുണ്ട്. ആ കോട്ടകളെ ഇടിച്ചു കളഞ്ഞില്ലെങ്കിൽ ഈ ദിവസങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടുത്തില്ല. ആത്മീയ മണ്ഡലം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവജനത്തിന്റെ ജീവിതത്തിന് മേൽ ആ ശത്രു കെട്ടിയ നമ്മുടെ ജീവിതത്തിൽ പൈശാചിക മണ്ഡലം കെട്ടിയ കോട്ടകൾ അതിനെ തകർക്കാൻ തക്കവണ്ണം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ സാധിക്കുമെന്ന് നമുക്ക് ഈ ദിവസങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു കഴിയുമ്പോൾ അവൻ പുറപ്പെട്ട് പോയിട്ട് പല സ്ഥലങ്ങളിൽ പോയി സഞ്ചരിക്കും, തണുപ്പ് അന്വേഷിച്ചുകൊണ്ടിരിക്കും. സഞ്ചരിക്കാനുള്ള സ്ഥലത്ത് അവൻ കണ്ടെത്തുന്നില്ലതാനും. എന്നാൽ എങ്ങും സ്ഥലം കിട്ടാതിരിക്കുമ്പോൾ അവൻ വരും. അവൻ പറയും, നമുക്ക് പഴയ സ്ഥലത്തേക്കൊന്ന് പോയി നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞ് വീണ്ടും ആ സ്ഥലത്ത് വന്ന് നോക്കും. അപ്പം ഈ വ്യക്തി ആത്മീയ ജീവിതം ശുഷ്കിച്ചായിരിക്കുന്നെങ്കിൽ, വീണ്ടും പാപത്തിനായിരിക്കുന്നെങ്കിൽ വേറെ 7 കൂട്ടുകാരെ കൂടെ മൊബൈൽ ഫോണിൽ വിളിച്ചിട്ട് പറയും, വാ നമുക്ക് പോയി ഇരിക്കാമെന്ന് പറയും. ചില കോട്ടകൾ ും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ബലവാൻ വീണ്ടും കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിന്റെ മേൽ കടന്നുകയറ്റം നടത്താൻ ചാൻസ് ഉണ്ടെന്നാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്. അതുകൊണ്ട് ഇതിനകത്തിരിക്കുന്ന ആർക്കും അങ്ങനെയില്ല. അങ്ങനെയുള്ള ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ബലവാൻ തകർന്നുവെങ്കിലും ബലവാൻ കെട്ടിയ കോട്ട ഇനിയും ശേഷിക്കുന്നുണ്ട്. ആ കോട്ടയെ തകർക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിന്റെ മേൽ വെളിപ്പെടത്തില്ല. ആ കോട്ട ഒരു ദിവസം കൊണ്ട് തകരത്തില്ല. ആ കോട്ടയെ 6 ദിവസമല്ല 7 ദിവസം കൊണ്ടാണ് യെരിഹോയുടെ കോട്ട ഇടിഞ്ഞു മാറിയത്. അല്ലോ, അങ്ങനെയാണെങ്കിൽ കോട്ട തകരണമെങ്കിൽ അല്പം സമയമെടുക്കും. അല്പം അതിനകത്ത് പിന്നിലൊരു ഒരു പ്രവൃത്തി കൂടിയുണ്ട്. അത് ദൈവമക്കൾ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിലും നിലനിൽക്കുന്ന ചില കോട്ടകൾ ഇടിഞ്ഞു മാറി അത് പൂർണ്ണമായിട്ടും നിശേഷം ഇല്ലായ്മയാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ആമേൻ, സ്തോത്രം. അപ്പോൾ പിശാചിനെ നമുക്ക് പുറത്താക്കാം, പക്ഷേ കോട്ടയെ നമുക്ക് പുറത്താക്കാൻ കഴിയത്തില്ല. കോട്ടയെ നമ്മൾ ഇടിച്ചു കളയണം. അതിനൊരു സമയമുണ്ട്. അത് തകരണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യം കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും മാത്രമേ അകത്തളങ്ങളുള്ള കോട്ടകൾ ഇടിഞ്ഞു മാറുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശത്രു കെട്ടിയ കോട്ടകൾ, നമ്മുടെ പാരമ്പര്യമായി കടന്നു വന്ന ചില സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ തലമുറകളോടെ കടന്ന ശത്രു അവകാശം പറഞ്ഞു വെച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനകത്ത് ആ മണ്ഡലം പലപ്പോഴും വരുന്ന തലമുറ നിലനിൽക്കും. ഹല്ലേലൂയ. അത് ബ്ലഡ് ലൈൻ ഉള്ളതാണ്. അത് പിതാമഹന്മാരുമായി കടന്നു വരുന്നതാണ്. പക്ഷെ അതിനെ തകർക്കുവാനുള്ള ദൈവശക്തിയും ദൈവകൃപയും ദൈവിക അധികാരവും ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാപത്തിന്റെ കോട്ടകളെ കർത്താവ് തകർത്ത് കളഞ്ഞു. സ്വതന്ത്രം. പക്ഷെ അതിന് ഇൻഫ്ലുവൻസ് എന്നെ തൊടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അതിൻ്റെ മേൽ ദൈവമക്കൾക്ക് ജയമുണ്ടെന്ന്. ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ തലമുറയിൽ വന്നിരുന്ന ചില സ്വഭാവങ്ങൾ ഈ തലമുറകളിലേക്ക് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ പിടിമുറക്കി വിട്ടുമാറാതെ നിൽക്കുമ്പോൾ അതിനെ ഒരു നിമിഷം കൊണ്ട് നമുക്ക് തകർക്കാൻ കഴിയത്തില്ല. പക്ഷേ ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾക്ക് ആ കോട്ടയെ ഇടിച്ചു കളയുവാൻ കഴിയും. അതിൻ്റെ ആഗ്രഹമുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട് ഇതിനകത്ത്? ജീവിതത്തിൽ സ്വസ്ഥത വേണം, ജീവിതത്തിൽ സമാധാനം വേണം. ഹല്ലേലൂയ. എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങണം, ദൈവിക സമാധാനവും സന്തോഷവും അനുഭവിക്കണം, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം, ദൈവത്തിന് ആമേൻ കൊള്ളാകുന്ന ഒരു ദൈവ പൈതലായി എനിക്ക് തീരണം. അത് മാത്രമല്ല, ക്രിസ്തു ഛായയിലേക്ക് എനിക്ക് മാറ്റപ്പെടണം. എന്നിലുള്ള യഥാർത്ഥത്തിലുള്ള പേഴ്സണാലിറ്റി ഈ ദിവസങ്ങൾ പുറത്തു വരണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എന്നിലുള്ള യഥാർത്ഥത്തിൽ കർത്താവ് കണ്ടിരിക്കുന്ന വ്യക്തിത്വത്തെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയാതെ, ക്രിസ്തു ഛായയിലേക്ക് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയാകാതെ ശത്രു അതിനു നേരെ അകത്തളങ്ങളിൽ വാത് കെട്ടുമ്പോൾ ഇന്ന് ദൈവജനത്തിൻ്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവം ആയുധങ്ങൾ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പലതരത്തിലുള്ള കോട്ടകളെ ശത്രു കെട്ടിയിട്ട് പോയതാ.
വ്യക്തി ജീവിതങ്ങളിലൂടെ വന്ന കോട്ടകളുണ്ട്, പലരിലൂടെ വന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ. ഞാൻ അധികം പറയുന്നില്ല അതിലേക്ക്. അല്ലെങ്കിൽ പല രീതിയിൽ ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങളും മുറിവുകളും ഒക്കെ ശത്രു ഇട്ടിട്ട് പോയതാ. ഹല്ലേലൂയ. അതിപ്പോഴും നിലനിൽക്കുന്നു. ശത്രു പോയി, പക്ഷെ യേശു നമുക്ക് അതിൻ്റെ മേൽ ജയം തരാൻ കർത്താവ് നമുക്ക് ആയുധങ്ങൾ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അല്ലെങ്കിൽ ഭയത്തിൻ്റെ ഒരനുഭവത്തിൽ ലൂടെ ശത്രു പലരുടെ ജീവിതത്തിലും കടന്നുകയറ്റം നടത്തുന്നുണ്ട്. പക്ഷേ ആ ഭയം ഇന്നും നിലനിൽക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം, ആ പൈശാചികമണ്ണം വിട്ടുമാറി. പക്ഷേ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ജീവിതത്തിൻ്റെ മേലുണ്ട്. അതാണ് തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞ്, തിമോത്തിയോസേ, നിന്റെ ജീവിതത്തിനകത്ത് ഭയത്തിൻ്റെ ഒരു ആത്മാവുണ്ട്, ടിമിഡിറ്റിയുടെ സ്പിരിറ്റ് ഉണ്ട്. അത് നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപയിൽ നീ അതിൻ്റെ മേൽ ജയമെടുത്തെങ്കിൽ മാത്രമേ നിന്നിലുള്ള ശുശ്രൂഷ വെളിപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. തിമോത്തിയോസ് രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ലേ? ഹല്ലേലൂയ. പൗലോസ് തന്നെ പറയുന്നുണ്ട്, സ്തോത്രം, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊരു ശൂലം ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് അത്ര വലിയ ശക്തനായ ഒരു വ്യക്തിത്വമായിട്ട് പോലും ജഡത്തിൽ ജീവിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു കോട്ട എവിടെയെങ്കിലും കാണും. ഒന്നല്ലായിരിക്കും, പല കോട്ടയുണ്ടായിരിക്കും. പക്ഷേ ദൈവമക്കൾക്ക് മാത്രമേ അതിനെ തകർക്കുവാനുള്ള ആയുധമുള്ളൂ. അതിനായിട്ട് എത്ര ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില ദൈവപ്രവർത്തികൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ചില ഇത് കഴിഞ്ഞ ആളുകൾ കർത്താവ് കണ്ട ദൈവിക ദർശനങ്ങൾ ദൈവ മക്കളുടെ ജീവിതത്തിൻ്റെ ഈ ദിവസങ്ങൾ വെളിപ്പെടുവാനിടയാകും. ചില പാപത്തിൻ്റെതായ സ്വാധീന വലയങ്ങൾ പലപ്പോഴും നമ്മളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, ആമേൻ, സ്തോത്രം, അതിൻ്റെ മേൽ ക്ഷേമെടുക്കുവാനുള്ള, ആ കോട്ടയെ തകർക്കുവാനുള്ള ദൈവ കൃപ ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവം തരും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ജയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അല്ലെങ്കിൽ ആഭിചാരത്തിലും മന്ത്രവാദത്തിലുമൊക്കെ ഉൾപ്പെട്ടിരുന്നവർ അതിൽ നിന്ന് വിട്ടുമാറി. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ചില മണ്ഡലങ്ങൾ ജീവിതത്തിൻ്റെ മേൽ ഇന്നും കർത്തൃത്വം നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ അതൊരു സ്കാർ, ഒരു വ്രണം ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട്. അതൊരു കോട്ടയായി നിലനിൽക്കുകയാണ്. അതിനെ തകർക്കുവാനുള്ള ആയുധങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പറയുകയാണ്, ഹല്ലേലൂയ. ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. സ്തോത്രം. ചില കാര്യങ്ങൾ അല്പം ഒന്ന് വരച്ച് കാണിച്ചിട്ട് വചനത്തിൽ നിന്ന് വിരമിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇതിനകത്തുള്ള വെളിപ്പാട് തന്നെങ്കിലേ നമുക്ക് ആവശ്യമായിരിക്കുന്നുള്ളത് ദൈവം തരത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറയുന്നു സങ്കല്പങ്ങൾ. ഒന്ന് സങ്കല്പങ്ങൾ, രണ്ട് ഉയർച്ചകൾ. അപ്പോൾ ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ നമുക്കെതിരെ നിൽക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിനകത്തുള്ള സങ്കല്പങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ബോധ്യങ്ങൾ നമുക്കുണ്ട്. അത് തെറ്റായ ബോധ്യമാകാം, അത് ശരിയായ ബോധ്യവുമാകാം. തെറ്റായ ബോധ്യമാണെങ്കിൽ ആ ബോധ്യത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കുരുങ്ങി കിടക്കും. ഹല്ലേലൂയ. അപ്പോൾ ശത്രുവായവൻ നമുക്ക് തരുന്ന തെറ്റായ ബോധ്യങ്ങളെ ഈ ദിവസങ്ങളിൽ അതിൽ പുറത്തു വരുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകുമ്പോൾ ആ കോട്ട തകരാൻ തുടങ്ങും. നമുക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കാൻ തുടങ്ങും. നമുക്കൊരു സന്തോഷം ലഭിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമുക്കൊരു ഉറപ്പ് കിട്ടാനിടയാകും. നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനിടയാകും. ഹല്ലേലൂയ. അവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് ഫിലോസഫീസ്, പ്രജുഡിസ്, റീസണിങ്സ് ആൻഡ് ദ ടീച്ചിങ്സ് ഓഫ് ദിസ് വേൾഡ്. നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും, നമ്മുടെ മാതാപിതാക്കന്മാരിൽ നിന്നും, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ കൾച്ചറിൽ നിന്നും നമ്മളിലേക്ക് പകരപ്പെട്ട ചില ബോധ്യങ്ങൾ കിടപ്പുണ്ട്. സ്തോത്രം. അതങ്ങനെയൊന്നും പോകത്തില്ല. ഹല്ലേലൂയ. നമുക്കറിയാം. പക്ഷേ അത് പോകണമെങ്കിൽ ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ അതിനെ ഇടിച്ചു കളയുവാൻ തയ്യാറാകണം. അത് ഒരു ദിവസം കൊണ്ട് തീരത്തില്ല. ആമേൻ, സ്തോത്രം. അതിനെതിരെ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കാൻ തയ്യാറാകുമ്പോൾ, ആമേൻ, അവനോട് എതിർത്ത് നിൽക്കുക. അവൻ നിന്നിൽ നിന്ന് ഓടിക്കൊള്ളും. എതിർക്കാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങൾ അത് തകരാൻ പോവുകയാണ്. എതിർത്ത് നിൽക്കാൻ എത്ര പേർ ഈ ദിവസങ്ങളിൽ തയ്യാറാകും?
എത്ര പേർ തീരുമാനമെടുക്കും, ഞാനിതിനെ എതിർക്കാൻ പോവുകയാണ്. ശത്രുവിനോട് എതിർത്ത് നിൽക്കാൻ തയ്യാറാകുന്നതിൽ മാത്രമേ ശത്രു എൻ്റെ മുമ്പിൽ നിന്ന് പോകുകയുള്ളൂ. അല്ലെങ്കിൽ ശത്രുവിനെ എനിക്ക് നേരെ വരുമ്പോൾ ഞാൻ വെറുതെ നിന്നാൽ അവൻ എന്നെ കീഴ്പ്പെടുത്തി, അവൻ എന്നെ കേട്ടും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലും അവൻ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. പക്ഷേ ഇതിനെ തകർത്ത് ഈ ദിവസങ്ങൾ പോകണമെങ്കിൽ അവൻ ആത്മീയമായിട്ട് ഈ ദിവസം എഴുന്നേൽക്കാൻ തയ്യാറാകണം, ആയുധങ്ങൾ എടുക്കാൻ തയ്യാറാകണം. അവൻ ഒരു പോരാട്ടം നമുക്കുണ്ട്. ഹല്ലേലൂയ. ഇന്നൊരു ജയം ദൈവമക്കൾക്കുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ മറ്റൊരു ഭാഗത്ത് പറയാണ്, ഉയർച്ചകളുണ്ട്, കോട്ടകളുടെ നേരെ ഉയർച്ചകളുണ്ട്. അവിടെ പറയുന്നു, സങ്കല്പങ്ങളും വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകളെയും ഇടിച്ചു കളയണം. ആമേൻ. അപ്പോൾ ഉയർച്ചയെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളിൽ തന്നെയുള്ള അഭിമാനങ്ങളും, അല്ലെങ്കിൽ പാരമ്പര്യത്തിൽ പറയും ഞാൻ ഇന്ന കുടുംബത്തിൽ നിന്ന് വന്നതാണ്, എൻ്റെ വല്യപ്പൻ തോമാസ് ലീയ മുക്കിയതാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന പാരമ്പര്യമൊക്കെ പറയുന്നവരുണ്ട്. അത് ചിലരാണെങ്കിൽ വേറെ രീതിയിലുള്ള ഉയർച്ചകളും പല രീതിയിലുള്ള ഉയർച്ചകളുണ്ട്. ചിലർ സ്വന്തം സ്തോത്രം കഴിവിൽ ഉയരുന്നവരുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഉയർച്ചകൾ, അല്ലെങ്കിൽ അറിവിൽ ചീർക്കുന്നവരുണ്ട്. അപ്പം പലതരത്തിലുള്ള ഉയർച്ചകൾ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ദൈവത്തിൻ്റെ വിരുദ്ധമായി, അതായത് യാഥാർത്ഥ്യമല്ല. ഇറ്റ് ഈസ് നോട്ട് ദ ട്രൂത്ത്, ബട്ട് ഇറ്റ്സ് എ ലൈ ഓഫ് ദ എനിമി. ഹല്ലേലൂയ. ശത്രു മനസ്സിൻ്റെ ഉള്ളിൽ കെട്ടിയ സ്തോത്രം സകല കള്ളങ്ങളെയും പരിശുദ്ധാത്മാവിന്ന് പൊളിച്ചാൽ ഹല്ലേലൂയ ദൈവജനം പുറത്തു വരും. ഹല്ലേലൂയ. തെറ്റായ ബോധ്യങ്ങൾ അകത്തളങ്ങളിൽ ഉള്ളവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവും ദൈവവചനവും കൂടി പ്രവർത്തിച്ചാൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവിക സ്വാതന്ത്ര്യം കടന്നു വന്ന ഈ ദിവസങ്ങളിൽ കർത്താവിന് പ്രയോജനമുള്ളവരായി തീരുവാൻ, ഒരു നല്ല ജീവിതം, അർത്ഥവത്തായ ഒരു ജീവിതം, ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ജീവിതം, ഹല്ലേലൂയ, കർത്താവ് വിഭാവന ചെയ്ത ഒരു ആത്മീയ ജീവിതം ജീവിതങ്ങളുടെ മേൽ പടുത്തുയർത്തുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ചിലതിനെ വലിച്ചു താഴെയിടണം, ചിലതിനെ ഇടിച്ചു കളയണം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് പോരാട്ടമുള്ളത് ആമേൻ പുറത്തുള്ള ആരുമായിട്ട് നമുക്ക് പോരാട്ടമില്ല, അടുത്തുള്ള വീട്ടുകാരുമായിട്ട് നമുക്ക് പോരാട്ടമില്ല, സ്തോത്രം നമ്മുടെ സഹോദരവർഗവുമായിട്ട് നമുക്ക് പോരാട്ടമില്ല, നമുക്ക് യാതൊരു തരത്തിലുള്ള വർഗീയമായിട്ടുള്ള ഒന്നുമായിട്ട് നമുക്ക് പോരാട്ടമില്ല. നമുക്ക് പോരാട്ടമുള്ളത് പൈശാചിക മണ്ഡലങ്ങളോടാണ്. തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസത്തിൽ ജയമെടുക്കുവാൻ ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ ഒരു ആഗ്രഹം ഉണ്ടായാൽ മതി. അതിനെ പറ്റി ഒരു ബോധ്യം എന്ന് പരിശുദ്ധാത്മാവ് തന്നാൽ മതി. നമ്മുടെ ജീവിതത്തിലെ ജയത്തിൻ്റെ ദിവസങ്ങൾ മുന്നിൽ ഈ ദിവസങ്ങൾ വരുവാൻ പോവുകയാണ്. ആ ബോധ്യങ്ങൾ ഉള്ളിലേക്ക് വരുന്നില്ല. ഒരു കൺവിക്ഷൻ വന്നിട്ടില്ല. ആമേൻ. എന്ന് പറഞ്ഞാൽ ഒരു പശുവിനെ കയറി കെട്ടി, ഒരു മരത്തെ കെട്ടി, ഏകദേശം 10-25 വർഷമായിട്ട് ഇതിനെ കെട്ടിയിട്ടിരിക്കുക. ഇതിൻ്റെ കയറിനെ ഊരി വിട്ടാൽ പശുവിനോട് പൊക്കോളം പറഞ്ഞാലും പശു അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുകയുള്ളൂ. അതിന് വിട്ട് പോകാതെ. കാരണം അതിൻ്റെ ബോധ്യം തന്നെ കിടക്കുന്നത്. എന്നെ കെട്ടിയിരിക്കുകയാണ്, പക്ഷേ ഇന്ന് കെട്ടഴിച്ചിട്ടുണ്ട്. ദൈവമക്കൾക്ക് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുവാനും വിശാലതകൾ പ്രാപിക്കുവാനും അനേക മേച്ചിൽ സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ദൈവമക്കളായി തീരുവാനുമാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അല്ല ഇടിഞ്ഞാൽ സ്തോത്രം പുറമേയുള്ള ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ പോവുക. ദൈവത്തിൻ്റെ ഒരു സാക്ഷ്യപത്രമായി, ദൈവത്തിൻ്റെ സാക്ഷ്യപെട്ടകമായി ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തിയെയും പ്രസംഗിക്കുന്ന എന്നെയും എൻ്റെ ദൈവത്തിന് മാറ്റാൻ കഴിയും. ചില കോട്ടകൾ ഇടിഞ്ഞാൽ മതിയാകൂ. സ്തോത്രം. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു നമ്മുടെ കോട്ടയാണ്. കർത്താവിൽ ആയിരിക്കുന്ന സങ്കേത നഗരത്തിനകത്ത് കയറിയ ദൈവമക്കൾ അതിനകത്ത് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ജയമുള്ളൂ. യേശു പറയുകയാണ്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സ്വതന്ത്രനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഹല്ലേലൂയ നമ്മളൊന്നും സ്വതന്ത്രമൊന്നും ആയിട്ടില്ല. പലരും പലതരത്തിലുള്ള ബന്ധനത്തിൽ കഴിയുകയാണ്.
പുറമേയുള്ള ബന്ധനവും അകമേയുള്ള ബന്ധിക്കപ്പെട്ട അവസ്ഥയിലും ദൈവജനം ഇന്ന് കുരുങ്ങി കിടക്കുമ്പോൾ നമുക്ക് തരുന്ന ഇൻഡിപെൻഡൻസ് നമ്മളെ അകത്താ ദൈവം തരുന്നിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയെങ്കിൽ, ക്രിസ്തുവിനെ അകത്ത് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചെങ്കിൽ, എൻ്റെ അകത്ത് യേശു കർത്താവ് കോട്ടയായി വെളിപ്പെട്ടെങ്കിൽ, എൻ്റെ അകത്തിരിക്കുന്ന ഒരു കോട്ടയും ഈ ദിവസങ്ങൾ നിലനിൽക്കത്തില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് തകരുവാൻ തക്കവണ്ണയാകും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങൾക്ക് യഹൂദന്മാരുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് പിശാച് നിങ്ങളുടെ പിതാവാണെന്ന്. യോഹന്നാൻ എഴുതിയ 8-ാം ലേഖനത്തിൽ പറഞ്ഞ് 8:36 വായിച്ച് 8:44 പറഞ്ഞ് പിശാച് നിങ്ങളുടെ പിതാവാണെന്നാണ്. അവർ ഞങ്ങളുടെ അപ്പൻ അബ്രഹാമിൻ്റെ പിതാ അല്ലെന്ന് പറഞ്ഞു. സ്തോത്രം. പക്ഷെ നമുക്ക് വേണ്ടിക്ക് നമ്മുടെ പിതാവ് ആരാ? ആബാ പിതാവ് എന്ന് വിളിക്കാൻ പിശാച് നമുക്ക് ഒരു പക്ഷേ പണ്ട് പിതാവായ, പക്ഷെ ഇന്ന് നമുക്ക് ദൈവം പിതാവായി ഉള്ളതിനായി എത്ര ദൈവത്തെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. കാരണം അങ്ങനെ പിതാവുള്ളവൻ പറയുന്ന മുഴുവൻ കള്ളമായിരിക്കും. കള്ളം പറയുന്നവരുണ്ട് ഈ വിശ്വാസം കണ്ടോ, അവൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയാണ്. സ്തോത്രം. ശരിയാണോ ഞാൻ പറഞ്ഞു? സ്തോത്രം. അവൻ ഭോഷ്ക് പറയുന്നതിൻ്റെ അപ്പനുമാണെന്ന് യേശു പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:44 ഞാൻ ഭോഷ്ക് പറയുന്നവനാണ്. അവൻ പറയുന്ന മുഴുവൻ കള്ളമാ. അപ്പം നമ്മുടെ ഉള്ളിൽ ചില കള്ളങ്ങളെ അവൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അത് തെറ്റായ ബോധ്യമാ. സ്തോത്രം. അതിൻ്റെ നമുക്ക് ക്ഷേമെടുത്താൽ ഈ ദിവസങ്ങൾ നമ്മൾ സ്വതന്ത്രരായി മാറും. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു വന്നിരിക്കുന്നത് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. ആമേൻ. കർത്താവ് പറയുകയാണ്, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുമാണ് കർത്താവായ ഈശോ മിശിഹാ ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ നമ്മളെ വിടുവിക്കാനാണ് കർത്താവ് വന്നത്. സാമ്പത്തിക വിടുതൽ മാത്രമല്ല, ശാരീരിക സൗഖ്യം മാത്രമല്ല, മനസ്സിൻ്റെ വിടുതൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിനായിട്ട് എത്ര ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് വരെ അനുഭവിക്കാത്തൊരു ദൈവിക സമാധാനം ദൈവജനം അനുഭവിക്കാൻ സ്വർഗത്തിലെ പിതാവ് ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ. ഈ വിശ്വാസത്തിനകത്ത് ഞാൻ വന്നപ്പം ഞാൻ വിചാരിച്ചു ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷേ വന്നു കഴിഞ്ഞപ്പം പലരെയും നമ്മുടെ വിചാരിച്ച പെർഫെക്ഷൻ ഒന്നും അതിനകത്ത് കണ്ടില്ല. എല്ലാവരും വിശ്വാസികളെ പോലെയൊക്കെ ഇരിക്കുമെങ്കിലും പലപ്പോഴും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരുമ്പോൾ വിശ്വാസം വന്ന എൻ്റെ ജീവിതത്തിൽ പോലും ഞാൻ വിചാരിക്കുന്ന പോലെ ഒരു വിടുതൽ അകത്ത് നടന്നിട്ടില്ല, പുറമേ ഉണ്ടായിരിക്കും. മനസ്സിലാകുന്ന ദൈവമൊക്കെയുണ്ട്. ചില പഴയ സ്വഭാവമൊക്കെ ഇപ്പോൾ അകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പലതും മാറിപ്പോയിട്ടില്ല. പക്ഷെ അതിൻ്റെ ഞാൻ പറയുന്നത് ഇന്ന് ജയമുണ്ടെന്നാണ്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ജയം നൽകുന്ന കർത്താവ് നമുക്കുള്ളതിനായി എത്ര ദൈവത്തെ സ്തോത്രം ചെയ്യും. Come on children of God. Come on children of God. Hallelujah. ദൈവം നമ്മളെ സ്വതന്ത്രരാക്കിയാണ് അയച്ചിരിക്കുന്നത്. ഈ ദിവസം ആ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനാണ് കർത്താവ് വിളിച്ചത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ പൂർണ്ണമായും സ്വതന്ത്രരാക്കിയ ഒരു കർത്താവ് നമുക്കുള്ളതിനായി എത്ര ദൈവത്തെ സ്തോത്രം ചെയ്യും. അവൻ സങ്കേത നഗരമാണ്. അതിനകത്ത് പോയി ഒളിച്ചിരിക്കുന്നവനെ പിശാചിന് തൊടാൻ കഴിയത്തില്ല. നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:13 പറയുകയാണ്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവ് മാത്രമല്ല, പരിശുദ്ധാത്മാവ് അതെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മാത്രം ബോധ്യം കൊടുക്കുന്ന ആത്മാവല്ല. പരിശുദ്ധാത്മാവ് കൃപാവരങ്ങൾ മാത്രം പകരുന്ന ആത്മാവല്ല. പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ആത്മാവ് മാത്രമല്ല. പരിശുദ്ധാത്മാവ് സത്യത്തിലേക്ക് നയിക്കുന്ന ആത്മാവാണ്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ സകല സത്യത്തിലേക്കും നിങ്ങളെ നടത്തും. അപ്പോൾ നമ്മളെ വഴി നടത്തുന്ന, സത്യത്തിലേക്ക് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാണ്. അവിടെ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഏത് വിചാരത്തെയും അപ്പം നമ്മുടെ വിചാരത്തെ അനലൈസ് ചെയ്യാൻ തയ്യാറാണ്. ഞാനൊരു അനുഭൂതി എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ചിന്തിക്കുക, ഞാൻ വലിയ പുള്ളിയാണ്, എൻ്റെ പ്രസംഗം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, സ്തോത്രം, അല്ലെങ്കിൽ ഞാൻ വലിയ അഭിഷേക്തനാണെന്നൊക്കെ ചിലപ്പോൾ ഒരു ചിന്ത വരാം. പക്ഷേ ഈ ചിന്ത ശരിയാണെന്ന് ആദ്യം ഒന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ.
ഏത് വിചാരത്തെ, അല്ലെങ്കിൽ എന്നെ കൊള്ളത്തില്ലെന്നുള്ള ചിന്ത നമുക്ക് വരാം. സ്തോത്രം. എനിക്ക് ഭാവിയില്ലെന്നുള്ള ചിന്ത വരാം, അല്ലേ? അല്ല, ഇന്ന വ്യക്തി ആൾ ശരിയല്ല നമുക്ക് ചിന്ത വരാം. അതെ, സ്തോത്രം. അപ്പം ഏത് ടൈപ്പ് ചിന്തയാണെങ്കിലും സകല ചിന്തകളെയും ക്രിസ്തു ചിന്തയോടെ പിടിച്ചടക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്തകളെ ഞാൻ ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങുമ്പം, ഹല്ലേലൂയ, എൻ്റെ അകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, എൻ്റെ അകത്ത് യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ, അവിടെ പറയുന്നു ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കണം. ഒരു പാപചിന്ത എൻ്റെ ഉള്ളിൽ വരുമ്പോൾ ആ ചിന്ത ഞാൻ അന്നേരം പിടിച്ചാവും. പിന്നെ അതിനെ സ്തോത്രം, അത് കൂടുതൽ വളർത്താൻ സമ്മതിക്കരുത്. അതിനെ അവിടെ പിടിച്ചാലുണ്ടല്ലോ അവിടെ ഒതുങ്ങും. ഹല്ലേലൂയ. മറ്റുള്ളവരോട് പക തോന്നിയാൽ ആമേൻ, പിന്നെ അതങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം ചിന്ത വരും നമുക്ക് ദൈവം മാത്രമേ അറിയത്തുള്ളൂ, പിശാചിന് മാത്രമേ അറിയത്തുള്ളൂ. ഒരു പക നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അത് ക്രിസ്തു ചിന്തയോട് പിടിച്ചെടുത്തിട്ട് പറയണം, എൻ്റെ യേശു അവരെ ക്ഷമിക്കുവാനുള്ള കൃപ ദൈവം എൻ്റെ മേൽ പകരം, ഞാൻ ചിന്തിക്കുന്ന പോലെ വ്യക്തിത്വം അവരല്ല എന്ന് ദൈവത്തോട് ചോദിക്കാൻ. പിശാചിന്റെ പ്രവൃത്തി അതിനകത്ത് പ്രവർത്തിക്കുവാൻ ഇവിടെ അവന്റെ പ്രവൃത്തി തുടങ്ങുന്നത്. യുദ്ധം തുടങ്ങുന്നത്, രാജ്യങ്ങൾ തമ്മിൽ തുടങ്ങുന്നത് ഹിറ്റ്ലറുടെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത വന്നപ്പോഴാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വ്യക്തിയുടെ അകത്ത് വരുന്ന ചിന്തയാണ് ദേശങ്ങളെ പോലും തകർത്ത് കളഞ്ഞത്. പിശാച് ചിലരെ കയ്യിലെടുക്കുന്നത് അനേകരെ തകർക്കുവാനാണ്. പക്ഷേ ദൈവം നമ്മളെ കരങ്ങളെടുത്തിരിക്കുന്നത് അനേകർക്കൊരു അനുഗ്രഹമായി തീരാനാണ്. ദൈവ കരങ്ങൾക്കുള്ളിൽ പണിയപ്പെടുന്ന മാനപാത്രങ്ങളാക്കി എന്നെ മാറ്റുവാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ അതിനകത്ത് സങ്കല്പങ്ങളുണ്ട്. ഹല്ലേലൂയ. ഉയർച്ചകൾ ആമേൻ. അതിനകത്ത് പലതരത്തിലുള്ള നമുക്ക് ഭാവനകൾ കടന്നു വരും. പക്ഷേ എല്ലാ ഭാവനകളും മനോഭാവനകളും ദൈവം ദൈവിക ചിന്ത സത്യമായിരിക്കണമെന്നില്ല. അവിടെ ദൈവത്തിന് സർവായുധവർഗം ധരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. 7 ആയുധങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. അത് സമയമുള്ളപ്പം നമുക്ക് മിക്കവാറും അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. വിശ്വാസമുണ്ട്, അല്ലേ? പ്രത്യേകിച്ച് അവിടെ സുവിശേഷത്തിൻ്റെ പാദരക്ഷ, രക്ഷയുടെ വടത്തൊപ്പി എല്ലാം ഉണ്ട്. ഓക്കെ, അതിന് നമുക്ക്. അപ്പോൾ കർത്താവ് അവിടെ പരിശുദ്ധാത്മാവിൽ നമ്മൾ പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ ആമേൻ തയ്യാറാകണം. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് 2 സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവുള്ള ബന്ധിക്കുന്ന ആത്മാവല്ല. പരിശുദ്ധാത്മാവ് ഒരുവന്റെ അകത്തളങ്ങളിൽ വന്നാൽ ഒരു സ്വാതന്ത്ര്യം വെളിപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ ഏതെങ്കിലും മനസ്സിനെ ആമേൻ ഏതെങ്കിലും ഞെരുക്കുന്ന ഏതെങ്കിലും മണ്ഡലമുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ പരിവർത്തിക്കുവാനായിട്ട് ഇന്ന് പകലൊന്ന് വിട്ടുകൊടുക്കുക. എൻ്റെ അകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പരിവർത്തനം നടക്കുവാൻ കർത്താവേ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമാണെങ്കിൽ എൻ്റെ അകത്ത് ആമേൻ പരിശുദ്ധാത്മാവ് ഒരു സത്യം ആമേൻ വെളിപ്പെടുത്താൻ തുടങ്ങിയാൽ അതിനകത്ത് ഒരു സ്വാതന്ത്ര്യം വെളിപ്പെടും. അവൻ വന്നിരിക്കുന്നത് കെട്ടാനാ, അവൻ വന്നിരിക്കുന്നത് ബന്ധിക്കാനാ. പക്ഷെ ദൈവം വന്നിരിക്കുന്ന, യേശു വന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അവിടെ പറയുന്നു കർത്താവ് ആത്മാവാകുന്നു. 2 കൊരിന്ത്യർ 3 പറയുകയാണ്, കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് എന്താ ഉള്ളത്? സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഭവനത്തിനകത്ത് ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഒരുപക്ഷെ നമ്മുടെ അകത്തൊരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മൾ വരുന്ന ചർച്ചിനകത്ത് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എവിടെ പരിശുദ്ധാത്മാവുണ്ട് അവിടെ ഫ്രീഡം ഉണ്ട്. അവിടെ ബന്ധനമല്ല, അവിടെ ബന്ധനത്തെ അഴിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. യേശുവിന്റെ നാമത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിലൊരു ആമേൻ കെട്ടിയ അനുഭവം ഉണ്ടെങ്കിൽ ഇത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കെട്ടഴിക്കാൻ കഴിയുന്നവൻ ഇന്ന് പകൽ കടന്നു വന്നിട്ടുണ്ട്.
ഓ ഹല്ലേലൂയ. സങ്കല്പങ്ങൾ അത് തകരുവാൻ തക്കണോടെയാകും. ആമേൻ. ഗിദെയോന്റെ ജീവിതത്തിൻ്റെ മേൽ പലതരം സങ്കല്പങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏറ്റവും ചെറിയവനാണ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്വയം ഉണ്ടായിരുന്ന ആ സങ്കല്പത്തെ, തെറ്റായ ധാരണയെ ദൈവം എടുത്തു മാറ്റുകയാണ്. ഒരുപാട് ഭയമുള്ളൊരു മനുഷ്യനായിരുന്നു ഗിദെയോൻ. എന്നാൽ ഗിദെയോൻ ന്യായാധിപന്മാർ പുസ്തകം വായിച്ചാൽ ആ ഭയത്തെ മുഴുവൻ ദൈവം എടുത്തു മാറ്റി. ഹല്ലേലൂയ. ഇന്ന് ഭയത്തിൻ്റെ ഏതെങ്കിലും മണ്ഡലമുണ്ടെങ്കിൽ, തെറ്റായ ബോധ്യങ്ങൾ, ലോ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് പലപ്പോഴും ശത്രു നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ഒരു മണ്ഡലം. ഹല്ലേലൂയ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കരുത്. കർത്താവിൻ്റെ വചനം എന്താ പറയുന്നുള്ളതാണ്. ഗിദെയോനോട് ദൈവം പറഞ്ഞു, ഗിദെയോനെ, നാട്ടുകാർ നിന്നെ എങ്ങനെ കാണുന്നുള്ളതല്ല, ദൈവം നീ വീരനായൊരു പുരുഷനാണ്, ദൈവം നിന്നെ അങ്ങനെയാണ് കാണുന്നത്. നിൻ്റെ അകത്ത് കിടക്കുന്നൊരു പൊട്ടൻഷ്യലുണ്ട്. അതിനെ തകർക്കുവാൻ വേണ്ടി ശത്രു നിൻ്റെ ഹൃദയത്തിനകത്ത് ചില ധാരണകളെ തന്നിട്ടുണ്ട്. അതിനെ നീ ഒന്ന് പൊളിക്കാൻ തയ്യാറാണോ? പലതരത്തിലുള്ള തെറ്റായ ധാരണകൾ നമ്മുടെ വ്യക്തിത്വത്തിന് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ദൈവഹിതമല്ലാത്ത തെറ്റായ ധാരണകളെ മാറ്റാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്, കാരണം നിങ്ങൾക്ക് വീട്ടിൽ പോകണല്ലോ. സ്തോത്രം. അപ്പം താമസിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ 3 തലങ്ങളിൽ പിശാച് ബന്ധിക്കാൻ ശ്രമിച്ചു. 1, അണ്ടർ കോൺഫിഡൻസ്, ഹല്ലേലൂയ. 2, ഓവർ കോൺഫിഡൻസ്. 3, അതർ കോൺഫിഡൻസ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ ബന്ധിക്കാൻ ശത്രു ശ്രമിക്കും. ഹല്ലേലൂയ. ഒരു അണ്ടർ കോൺഫിഡൻസ്, നീ ദൈവപുത്രനാണെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ കർത്താവിൻ്റെ അകത്തൊരു ചിന്ത കൊടുത്തു, നീ ദൈവപുത്രനല്ല എന്ന് വളരെ ചിന്തിപ്പാൻ. ഇന്ന് വിശ്വാസം, ഞാൻ ദൈവവചനം എത്ര വിശ്വസിക്കും എത്ര ദൈവങ്ങളുണ്ട്. ഹല്ലേലൂയ. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് വിശ്വാസം, ഞാൻ അഭിമാനത്തോടെ പറയാം, ഞാനൊരു ദൈവവൈതലാണ്. ഹല്ലേലൂയ. എനിക്ക് നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി കൊണ്ടുവരാൻ കഴിയുന്ന, എനിക്ക് വേണ്ടി നീതിയോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന, ഈ ദിവസങ്ങൾ വിശ്വാസത്തോടെ എനിക്ക് വേണ്ടി ഈ ദിവസങ്ങൾ വ്യവഹാരം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. വ്യക്തമായ ബോധ്യമുള്ളവനെ തകർക്കാൻ പിശാചിന് കഴിയത്തില്ല. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ കല്ലിനോട് അപ്പമാകാൻ പറയാം. ഈ ഇവിടുന്ന് ചാടാൻ കഥാവിനോട് പറയുന്നു. പക്ഷേ ഈ ആദത്തിൻ്റെയും ഹവ്വയുടെയും ജീവിതത്തിലും അങ്ങനെ ഒരു ബോധ്യമാണ് കൊടുത്തത്. അപ്പോൾ എല്ലാ വിചാരത്തെയും ക്രിസ്തുവിൻ്റെ ചിന്തയോട് പിടിച്ചടക്കപ്പെടണം. എല്ലാവർക്കും വേണ്ട സ്വാതന്ത്ര്യമാണ്. എല്ലാവർക്കും തോന്നിയ പോലെ ചിന്തിക്കണം. ഹല്ലേലൂയ. എനിക്ക് ഇഷ്ടമുള്ളത് ചിന്തിക്കും. പക്ഷേ വിഷയം വരുമ്പോൾ മാത്രം ദൈവകരങ്ങളിൽ കൊടുക്കരുത്. എല്ലാ ചിന്തയും ദൈവകരങ്ങളിൽ കൊടുക്കണം. എല്ലാ ചിന്തയും ഫിൽട്ടർ ചെയ്യണം. സകല ചിന്തയും അനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞ ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും ചിന്തയ്ക്കകത്ത് അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ദൈവകരങ്ങളിൽ കൊടുത്തോണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മനസ്സിലാകുന്ന വിശ്വസിക്കുന്നു. ഒരു ചിന്ത വരുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത വരും. ചില ചിന്ത വരുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യം വരും, നമുക്കൊരു സന്തോഷം വരും. ചിലരെ പറ്റിയുള്ള ചില ചിന്തകളായിരിക്കാം, പക്ഷേ അത് പലപ്പോഴും നമ്മളെ അസ്വസ്ഥതപ്പെടുത്തും. അപ്പോൾ കർത്താവിനോടൊന്ന് ചോദിക്കാൻ തരാം, കർത്താവേ, എൻ്റെ ഈ തലയ്ക്കകത്ത് കയറുന്ന ചിന്ത ദൈവിക ചിന്തയാണോ? ഹല്ലേലൂയ. ചില തോന്നലുകൾ ജീവിതത്തിന് മേൽ കടന്നു വരും, പക്ഷെ കർത്താവിൻ്റെ കൈ കൊടുത്ത പരിശുദ്ധാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തും. ഏറ്റെടുത്തു. യേശുവിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം ഇടപെടും.
ഹല്ലേലൂയ. ഒരു ഗിദെയോനെ പോയി ഈ ദിവസം എഴുന്നേൽപ്പിക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം. ചില ഇരുന്നിരിക്കുന്ന ചിലരെ കർത്താവ് കാണുന്നുണ്ട്. ആമേൻ. യൂദാസിന്റെ ഉള്ളിൽ വന്ന ചിന്തയെ യൂദാസ് പിടിച്ചെടുത്തിരുന്നെങ്കിൽ സ്തോത്രം അവൻ്റെ ജീവിതം അപജയമായി തീരത്തില്ലായിരുന്നു. ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങളിലും ആ ചിന്തയെ ക്രിസ്തു ചിന്തയോട് പിടിച്ചെടുക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കുന്നുവെങ്കിൽ അപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഭയത്തിൻ്റെ അനുഭവത്തെ ദൈവം കൊണ്ടുവരും. പക്ഷെ ആ ഭയത്തിൽ നിന്നും കർത്താവ് മരണ പര്യന്തം ഭയത്തിൽ കടന്നവരെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭയം മരണത്തെപ്പറ്റിയുള്ള ഭയം, ജീവപര്യന്തം അല്ലേ, മരണഭയത്തിൽ കടന്നവരെ യേശു വിടുവിച്ചു. അവൻ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ ഭയമാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ പലപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ചില ഭയപ്പെടുത്തുന്ന ചിന്തകൾ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അതിനെതിരെ നിൽക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. സ്തോത്രം. ആത്മാവിൽ ജാഗരിക്കാൻ തുടങ്ങിയോ? ചില ഭയത്തിൻ്റെ ചിന്തകൾ ഉള്ളി വരുമ്പം ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ? ഉടബല ബല വശന്ധാർ ഉടമാന. ഹല്ലേലൂയ. സ്തോത്രം. ഓഫീസിലുള്ളവരെ വിറപ്പിക്കുന്നവരുണ്ട്, ഭർത്താവിനെ വിറപ്പിക്കുന്ന ചില ഭാര്യമാരുണ്ട്. പക്ഷെ പല്ലിയെ കണ്ട ചാടി ആമേൻ സ്തോത്രം മേശയുടെ മുകളിൽ കയറി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചില ആമേൻ സ്തോത്രം സകലരെയും ഭയപ്പെടുന്ന ചിലരുടെ അകത്തലങ്ങളിൽ ആമേൻ നമുക്കറിയാൻ കഴിയാത്ത ചില ഭയങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഏതൊക്കെയോ ശക്തി കേന്ദ്രങ്ങൾ പലരെയും ഭരിക്കുന്നുണ്ട്. അത് പലപ്പോഴും ആമേൻ ചിലപ്പോൾ എഴുന്നേറ്റ് നിന്ന് കർത്താവിന് വേണ്ടി വചനം പറയാൻ ആമേൻ ഭയമായിരിക്കുന്ന പലരെയും കർത്താവ് ഭയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ദൈവകരങ്ങൾക്കുള്ളിൽ ശക്തമായി പ്രയോജനപ്പെടുത്തുന്ന ഭയത്തിൻ്റെ ആത്മാവ് അവരിൽ നിന്ന് വിട്ടുമാറിയതുകൊണ്ടാണ്. ഭയം ദണ്ഡനമുണ്ടാക്കും. ദണ്ഡനം. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവ് ദണ്ഡനമുണ്ടാക്കുന്ന ആത്മാവല്ല. പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവാണ്. ഇന്ന് അബോധ മനസ്സോ സുബോധ മനസ്സും ബോധ മനസ്സിനെ പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യമാക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ ഉള്ള നമ്മുടെ ഉള്ളങ്ങളിൽ ദൈവം പകുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇന്നത്തെ തിരുവചന ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ പിന്നീട് നമുക്ക് തുറന്ന് സംസാരിക്കാം. സ്തോത്രം. പതിവ് പോലെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പലപ്പോഴും നമ്മളെ സ്വാധീനിച്ച് നമുക്കറിയാം ചില മണ്ഡലങ്ങൾ അത് അല്ലെങ്കിൽ അത് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യം പലപ്പോഴും ചില പാനിക്കുകൾ ജീവിതത്തിൻ്റെ മേൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ഇന്ന് ആത്മാവിൽ നമുക്കതിൻ്റെ മേൽ ക്ഷയമുണ്ട്. സ്തോത്രം. ഭാവിയെപ്പറ്റിയുള്ള ഭയങ്ങൾ കടന്നു വരുമ്പോൾ ആത്മാവിലൊന്ന് ജാഗരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ കർത്താവേ ഒരു ദണ്ഡനത്തിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സ്തോത്രം. ഞാനായി വചനം പറയുന്ന ഞാൻ ഉൾപ്പെടെ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകൽ കർത്താവേ ഞങ്ങൾ കേട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ഹാദാബാന സഖാമാന ബൗഢാബാര. ഹല്ലേലൂയ. പല കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയത്തില്ല കർത്താവേ. സ്തോത്രം. ഓരോ വ്യക്തികളെയും അറിയുന്നതാണ് അവിടുന്ന്. അപ്പം ശക്തി കേന്ദ്രങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ പലപ്പോഴും ആ ശക്തി കേന്ദ്രങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള ഗമനാഗമനങ്ങളെ തടസ്സപ്പെടുത്തുമ്പോൾ, ശത്രു അതിന് നേരെ വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുമ്പോൾ, ഞങ്ങൾ പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ തക്ക ഇടയാകാതിരിക്കുമ്പോൾ, ഇന്ന് അവൻ പരിശുദ്ധാത്മ മുഖാന്തരം ആ സത്യത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ പരിവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രൻ സ്വതന്ത്രനാക്കിയവൻ സ്വതന്ത്രനായിരിക്കുക. ഈ ദിവസങ്ങളിലും ഞങ്ങൾക്ക് വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവേ, അതിൻ്റെ മേൽ ആവശ്യമായിരിക്കുന്ന ദൈവിക അധികാരത്തെ ഞങ്ങൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം, അതിനുമേൽ ക്ഷേമെടുക്കുവാൻ തക്കവണ്ണം ആ വചനത്തിൽ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കൂടുതൽ കർത്താവേ ആ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ തക്കവണ്ണം, ആ വചന സത്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം അവിടെ നിങ്ങളെ സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവകരങ്ങളിലേക്ക് ഓരോ അവൻ കേൾക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അകത്തളങ്ങളിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് തന്നെ പരിവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വിരുദ്ധമായിരിക്കുന്ന എല്ലാ ചിന്തകളും യേശു ക്രിസ്തുവിനാമത്തിൽ വെളിപ്പെട്ട് മാറിപ്പോകട്ടെ. In the name of Jesus Christ. തലയെ ഭാരപ്പെടുത്തുന്ന ചില ചിന്തകൾ കൊണ്ട് പലപ്പോഴും ശാരീരികമായി തളർത്തിക്കളയുവാൻ തക്കവണ്ണം ഇടയാക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ.
ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന എല്ലാ പോരുകളെ ഞങ്ങൾ ഇത് പകലിൽ യേശുവിനാഥ് ശാസിക്കുന്നു. പ്രാർത്ഥനാ ജീവിതത്തിനെതിരെ വാദിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരം ഇന്ന് പകൽ യേശുവിന്റെ നാമത്തെ തകർന്നു മാറട്ടെ. In the mighty name of Jesus Christ. In the mighty name of Jesus Christ. ശക്തി ധരിക്കുന്ന നാളാക്കി, ശക്തി പുതുക്കുന്ന നാളുകളാക്കി, ചില രൂപാന്തരങ്ങളുടെ നാളുകളാക്കി. ആത്മീയ മനുഷ്യ ഈ ദിവസം അനുദിനം രൂപാന്തരപ്പെട്ട് വരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കാൻ പോകുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. we thank you Jesus. Hallelujah, hallelujah, hallelujah. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. സ്തോത്രം, സ്തോത്രം. കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് സമർപ്പിക്കാം. അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവൻ നമ്മുടെ മധ്യയുള്ളതിനായിട്ട് ഇന്ന് കർത്താവ് നമുക്ക് ആവശ്യമായിരിക്കുന്ന ആ ദൈവിക സൗഖ്യവും വിടുതലും കർത്താവ് പകർന്നുകൊണ്ടിരിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകലും കർത്താവ് നമ്മളെ
കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ടായിരുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. സ്വാതന്ത്ര്യത്തോടെ കർത്താവ് നമ്മളെ അയക്കുന്നതിനായിട്ട് സ്വാതന്ത്ര്യത്തിൽ ഈ ദിവസങ്ങളും നടക്കുവാൻ തക്കവണ്ണം, ആ ക്രിസ്തുവിൻ്റെ ലിബേർട്ടിയിൽ നടക്കുവാൻ തക്കവണ്ണം, വീണ്ടും അടിമനുഖത്തിൽ നമ്മളാരും കുടുങ്ങിപ്പോകാതെയാകാതെ ആമേൻ ഈ ദിവസങ്ങളിലും നമ്മൾ അധികമായി ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിനായി ദൈവിക സമാധാന സന്തോഷവും അനുഭവിക്കുന്നവർ അനേകർക്ക് ഒരു നാറുവാസനയായി മാറുവാൻ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുന്ന ദിവസങ്ങളാക്കി ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ പോകുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവിടെ തിരുവനന്തപുരം തകർക്കുന്നവനവർക്ക് മുമ്പായി പുറപ്പെടുന്നു, തകർത്ത ഗോപുരത്തിൽ കൂടി പുറപ്പെടുകയും ചെയ്യും. അവരുടെ രാജാവർക്ക് മുമ്പായും യഹോവ അവരുടെ തലക്കലുമിരിക്കും. ഇന്ന് കർത്താവ് നമുക്ക് മുൻപടിയായി കടന്നു പോയിരിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഓരോ ദിവസവും കഥ ഏറ്റവും അനുഗ്രഹമാക്കി ഈ ആഴ്ചപ്പെട്ട കഥ നടത്താൻ പോകുന്ന തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച ദിവസങ്ങൾ കഥാവി ഞായറാഴ്ച എല്ലാം കഥ ഏറ്റവും അനുഗ്രഹമാക്കി ദൈവത്തിൻ്റെ കരം ഞങ്ങൾ എല്ലാവരും കൂടിയിരിക്കുന്ന സമയങ്ങളാക്കി ദൈവസന്നിധി ഈ ദിവസം കൃപ അധികമായി പ്രാപിക്കുന്ന ആളുകളാക്കി ദൈവശക്തി ധരിക്കുന്ന നാളുകളാക്കി അനേകരെ കഥാവിനോട് നേടുന്ന വ്യക്തിത്വങ്ങളാക്കി കഥാവ് നമ്മളെ മാറ്റാൻ പോകുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. കരം വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ പോകുന്നതിനായിട്ട് തുറക്കേണ്ട വാതിലുകൾ തുറന്നു വരാൻ പോകുന്നതിനായിട്ട് ഈ ദിവസങ്ങൾ കഥാവ് ചെയ്യാൻ പോകുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് ഓരോ വാഗ്ദത്തങ്ങളും ജീവിതങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിവൃത്തികരണങ്ങളിലേക്ക് കടന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. അവിടുന്ന് ഞങ്ങളുടെ മേൽ കരം വെച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആ ചെറുകൾക്കുള്ളിൽ കർത്താവേ ഞങ്ങൾ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുമായിരിക്കുന്ന ജംഗമവസ്ഥകളെ ഞങ്ങളുമായി എല്ലാ തലങ്ങളിലും ആമേൻ ദൈവിക സംരക്ഷണ വേദത്തിൽ ഞങ്ങൾ സൂക്ഷിക്കുന്നതിനായി ദൂതസഞ്ചയത്തെ ദൈവം പാളയമറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആമേൻ വീണ്ടും കടന്നു വരുമ്പോൾ കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ കഥാവെ പറയാൻ തക്കവണ്ണം വീണ്ടും ഇടയാക്കാൻ പോകുന്നതിനായി സ്തോത്രം. പിതാവാം ഇന്ന് പകലും കഥാവളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് മടങ്ങി അയക്കാനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. സ്വർഗ്ഗപിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിന് യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മന സഹവാസവും സാന്നിധ്യവും ഇന്ന് നീ കർത്താവിന്റെ വരവോളം കൽപ്പിക്കപ്പെട്ട മയത്തും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരും കൂടെ ഇരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശുക്രിസ്തുവിന് മാത്രം മഹത്വം. ഹല്ലേലൂയ, 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 ആമേൻ. കർത്താവേ വരണമേ, മാറാനാഥ, ശാലോം. കർത്താവിന്റെ സമാധാനം എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.